ഞാൻ ഗ്ലാർമിന, അക്കാഡമിക് കൗൺസിലർ, ഇഗ്നോ RC ക്വസ്റ്റ്യൻ 14000. ഇന്നത്തെ നമ്മുടെ ക്ലാസ് BPCS 188 ആപ്ലിക്കേഷൻസ് ഓഫ് സോഷ്യൽ സൈക്കോളജി. അപ്പം ഇന്ന് നമ്മൾ ഇതിൽ 2 ബ്ലോക്സ് ഉള്ളത്. ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി, ബ്ലോക്ക് 2 ഏരിയാസ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി. അതിൽ ബ്ലോക്ക് 1 യൂണിറ്റ് 5 ആൻഡ് യൂണിറ്റ് 6 ഈ 2 യൂണിറ്റ്സാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. യൂണിറ്റ് 5 തിയറീസ് ഓഫ് സോഷ്യൽ സൈക്കോളജി ആൻഡ് യൂണിറ്റ് 6 നോളജ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി. യൂണിറ്റ് 5 വരുന്ന മേജർ ആയിട്ടുള്ള ടോപ്പിക്സ് ഒന്ന് ചാപ്റ്ററിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, then cognitive dissonance theory and its application, social learning theory and its application, group think theory, anomie theory. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ ഒരു യൂണിറ്റിൽ മേജറായിട്ട് നമ്മൾ 4 തിയറീസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. കോഗ്നിറ്റീവ് ഡിസണൻസ് തിയറി, സോഷ്യൽ ലേണിംഗ് തിയറി, ഗ്രൂപ്പ് തിങ്ക് തിയറി ആൻഡ് അനോമി തിയറി. ഈ ഒരു യൂണിറ്റിൽ നമ്മൾ മനുഷ്യരുടെ മനസ്സ് അല്ലെങ്കിൽ മനുഷ്യരുടെ പെരുമാറ്റം, ബിഹേവിയർ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബിഹേവിയേഴ്സ് എങ്ങനെ ഓരോ മനുഷ്യരിലും ഉണ്ടാകുന്ന ഓരോ തരത്തിലുള്ള പെരുമാറ്റത്തിൻ്റെ കാരണങ്ങൾ, അത് ബേസ് ചെയ്തിട്ടുള്ള തിയറീസ്, ആ അറിവ് നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും, ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ നമ്മൾ അത്തരത്തിലുള്ള അറിവുകൾ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും, അതുവഴി എങ്ങനെ ഒരു ബിഹേവിയർ മോഡിഫൈ ചെയ്യാൻ പറ്റും, അതുവഴി എങ്ങനെ ഒരു വ്യക്തിയുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. സോ ദീസ് തിയറീസ് ഹാവ് സിഗ്നിഫിക്കൻറ്റ് ഇംപ്ലിക്കേഷൻസ് ഇൻ ബ്രിങ്ങിങ് അബൌട്ട് എ ചേഞ്ച് ഇൻ എക്സിസ്റ്റിംഗ് ബിഹേവിയർ പാറ്റേൺ. നിലവിലുള്ള പെരുമാറ്റങ്ങൾ അതിൽ ചേഞ്ചസ് വരുത്താൻ എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആൻഡ് ദെയർഫോർ ദേ ആർ വെരി യൂസ്ഫുൾ ഇൻ ദ ഫീൽഡ് ഓഫ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി. ഓക്കെ, സോ ആദ്യം നമ്മൾ പറയുന്നത് കോഗ്നിറ്റീവ് ഡിസണൻസ് തിയറിയാണ്. കോഗ്നിറ്റീവ് ഡിസണൻസ് തിയറി. സോ കോഗ്നിറ്റീവ് ഡിസണൻസ് തിയറി പറയുമ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് നമ്മൾ പറയാം, ഇതിൽ ഒരു വ്യക്തി പുകവലിക്കുന്നു, ഓക്കെ, അല്ലെങ്കിൽ കുറച്ച് ആളുകൾ പുകവലിക്കുന്നു. അപ്പോൾ പുകവലിക്കുന്നതാണ് അതിൻ്റെ ഒരു ബിഹേവിയർ പാർട്ട് എന്ന് പറയുന്നത്. ഈവൻ വെൻ ദേ നോ ദാറ്റ് സ്മോക്കിംഗ് ക്യാൻ ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ക്യാൻസർ. അപ്പം എൻ്റെ ചിന്തയിൽ എനിക്കറിയാം എനിക്ക് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട് പുകവലിച്ചാൽ, പക്ഷേ എങ്കിലും ഞാൻ പുകവലിക്കുന്നു. അപ്പോൾ പുകവലിക്കുന്ന സമയത്ത് എനിക്ക് ഒരു സ്റ്റേറ്റ് ഓഫ് ഡിസ്കംഫർട്ട്, ഒരു സൈക്കോളജിക്കൽ സ്റ്റേറ്റ് ഓഫ് ഡിസ്കംഫർട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയാം ക്യാൻസർ വരാനുള്ള സാധ്യത ഉണ്ടെന്ന്, എങ്കിലും ഞാൻ ആ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ ചെയ്യുന്നു. ഓക്കെ, അപ്പം നമ്മളുടെ പ്രവൃത്തി എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം എനിക്കതിൻ്റെ ഫീലിംഗ് ഉണ്ട്, എങ്കിലും ഞാൻ ആ ബിഹേവിയർ ചെയ്യുമ്പം എനിക്ക് ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നു. ഈ ഡിസ്കംഫർട്ട് മാറ്റുവാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നു. അപ്പോൾ ആ ഡിസ്കംഫർട്ട് വരുമ്പോഴാണ് നമ്മൾ ആ ഡിസണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിസണൻസ് കുറയ്ക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. അതായത് എൻ്റെ ആറ്റിറ്റ്യൂഡും എൻ്റെ ബിഹേവിയറും അല്ലെങ്കിൽ എൻ്റെ ബിലീഫും തമ്മിൽ സിൻക്രണൈസ് ചെയ്ത് പോകാനായിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കും. അതുവഴി ഈ ഡിസണൻസ് അവോയ്ഡ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതാണ് കോഗ്നിറ്റീവ് ഡിസണൻസ് തിയറി നമ്മൾ പറയുന്നത്. സോ മെനി പീപ്പിൾ സ്മോക്ക് ഈവൻ വെൻ ദേ നോ ദാറ്റ് സ്മോക്കിംഗ് ക്യാൻ ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ക്യാൻസർ. ആൻഡ് ദിസ് ഇൻകോൺഗ്രുറ്റി, നമുക്ക് ആ ഒരു ഇൻകോൺഗ്രുറ്റി ഫീൽ ചെയ്യുകയാണ്. ആ ഇൻകോൺഗ്രുറ്റി നമുക്കൊരു ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ ഡിസ്കംഫർട്ട് മാറ്റുവാൻ വേണ്ടി ഞാൻ ഒന്നില്ലെങ്കിൽ എൻ്റെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുത്തും, അല്ലെങ്കിൽ എൻ്റെ ബിലീഫിൽ മാറ്റം വരുത്തും, അല്ലെങ്കിൽ എൻ്റെ പെരുമാറ്റത്തിൽ, അതായത് ഒന്നില്ലെങ്കിൽ ഞാൻ സ്മോക്കിംഗ് ഉപേക്ഷിക്കും, അല്ലെങ്കിൽ ഞാൻ സ്മോക്ക് ചെയ്യാനുള്ള കാരണങ്ങൾ ഇന്നതാണെന്ന് പറഞ്ഞ് റാഷണലൈസ് ചെയ്യും, അല്ലെങ്കിൽ സ്മോക്കിംഗ് ഒരിക്കലും ക്യാൻസർ ഒന്നും ഉണ്ടാക്കില്ല എന്നുള്ളൊരു ബിലീഫിലേക്ക് ഞാൻ മാറും. അങ്ങനെയാണ് ഞാൻ എൻ്റെ ആ ഒരു ഡിസണൻസ് അല്ലെങ്കിൽ ഡിസ്കംഫർട്ട് കുറയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, so it suggests that a psychological force functions to maintain all our attitudes and beliefs in synchronization and avoids dissonance. നേരത്തെ പറഞ്ഞു എങ്ങനെയൊക്കെയാണ് നമ്മൾ ആ ചേഞ്ചസ് വരുത്തി നമ്മളുടെ ആ ഒരു ഡിസ്കംഫർട്ട് കുറയ്ക്കുക എന്നുള്ളത്. അതിനകത്ത് ആദ്യം പറയുന്നത് ചേഞ്ച് ഇൻ ബിലീഫാണ്. പക്ഷെ ബിലീഫ് ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അതായത് സ്മോക്കിംഗ് ക്യാൻസർ ഉണ്ടാക്കില്ല എന്നുള്ളൊരു ബിലീഫിലേക്ക് നമുക്ക് മാറാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, സോ ചേഞ്ച് ഇൻ ബിലീഫാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്ത മെത്തേഡ് ചേഞ്ച് ഇൻ ബിഹേവിയർ ആണ്. അപ്പോൾ ഞാൻ ആ സ്മോക്കിംഗ് ബിഹേവിയർ മാറ്റും എന്നുള്ളതാണ് ചേഞ്ച് ഇൻ ബിഹേവിയർ എന്ന് പറയുന്നത്.
അടുത്തത് ചേഞ്ച് ഇൻ പെർസെപ്ഷൻ ഓഫ് ബിഹേവിയർ. അതായത് സ്മോക്ക് ഞാൻ ചെയ്യുന്നുണ്ട്, ക്യാൻസർ ഉണ്ടാക്കുന്ന അറിഞ്ഞാൽ പോലും ഞാൻ സ്മോക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ സ്മോക്ക് ചെയ്യുന്നത് ഡെയിലി സ്ട്രെസ്, എൻ്റെ ഡെയിലി റുട്ടീനിലുള്ള സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടി ആണ് എന്നൊരു പെർസെപ്ഷനിലേക്ക് ഞാൻ എത്തുകയാണ്. അപ്പം എൻ്റെ ഒരു ബിഹേവിയറിൻ്റെ ഒരു റാഷണലൈസേഷൻ ഞാൻ വേറൊരു രീതിയിലാക്കി ഞാൻ അതിനകത്തൊരു കംഫർട്ട് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ആ ഒരു ഡിസനൻസ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഓക്കെ, സോ ഇതാണ് കോഗ്നിറ്റീവ് ഡിസനൻസ് തിയറിയിൽ പറയുന്നത്. ദെൻ വാട്ട് ആർ ദ മേജർ ആപ്ലിക്കേഷൻസ് ഓഫ് കോഗ്നിറ്റീവ് ഡിസനൻസ് തിയറി? ഇതിൽ ആദ്യം പറയുന്നത് ഫോഴ്സ്ഡ് കംപ്ലയൻസ് ബിഹേവിയർ. ഫോഴ്സ് കംപ്ലയൻസ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ പല സമയത്തും പല സാഹചര്യത്തിലും, എസ്പെഷ്യലി നമ്മളൊരു പബ്ലിക്കിൽ ഇരിക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ബിലീഫിന് അനുസരിച്ചിട്ടല്ലാതെ എനിക്ക് അല്ലെങ്കിൽ എനിക്ക് പെരുമാറേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത് നമ്മൾ ഫോഴ്സ് ചെയ്യണം അങ്ങനെ ആ രീതിയിൽ ബിഹേവ് ചെയ്യാനുണ്ട്. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് പാട്ട് പാടുകയാണ്. അപ്പം പാട്ട് പാടുമ്പോൾ വളരെ ഹൊറിബിൾ ആയിട്ടാണ് ആ പാട്ട് പാടുന്നതെങ്കിലും വി ആർ ഫോഴ്സ് ടു പ്രൈസ്. അതായത് നമ്മൾ നന്നായി പാടിയല്ലോ എന്ന് നമ്മൾ പറയണം. പക്ഷെ പറയുമ്പോഴും എൻ്റെ മനസ്സിൽ ഇവന് നന്നായിട്ടൊന്നും പാടിയില്ലല്ലോ, പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞു. പറയുമ്പോൾ എന്താ, അപ്പം എനിക്കൊരു ഡിസ്കംഫർട്ട് എൻ്റെ ഉള്ളിൽ തോന്നുന്നു. പക്ഷെ എനിക്കറിയാം പാട്ട് നന്നായിട്ടില്ല, പക്ഷെ ഞാൻ എൻ്റെ ആ ചിന്തയ്ക്ക് എതിരായിട്ടുള്ളൊരു റെസ്പോൺസാണ് ഞാൻ അവിടെ കൊടുത്തത്. ആ ഒരു റെസ്പോൺസ് കൊടുത്തു കഴിയുമ്പോഴേക്കും എനിക്ക് അപ്പോൾ അവിടെ ഒരു ബുദ്ധിമുട്ട് വരികയാണ് ചെയ്യണം. എനിക്കൊരു ഡിസ്കംഫർട്ട് അവിടെ ഫീൽ ചെയ്യാണ്. അതായത് ഇറ്റ് ഈസ് ഇൻകൺസിസ്റ്റന്റ് ടു ദ ബിലീഫ്. അപ്പം ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അവിടെ ആക്ഷൻ ഓൾറെഡി നടന്നു. അതായത് ഞാൻ ഓൾറെഡി അവരെ പ്രേസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ആക്ഷൻ ഓൾറെഡി നടന്നു കഴിയുമ്പം അവിടെ എനിക്ക് എൻ്റെ ഡിസ്കംഫർട്ട് കുറയ്ക്കാൻ, അല്ലെങ്കിൽ ഡിസനൻസ് കുറയ്ക്കാൻ ആകെ ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റിറ്റ്യൂഡ് മോഡിഫൈ ചെയ്യാൻ. അപ്പം പറയാം, അത്രയെങ്കിലും പാടാൻ പറ്റിയല്ലോ, അല്ലെങ്കിൽ ഇതിനു മുന്നേ ഞാൻ കേട്ട പാട്ടിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് അല്ലേ അപ്പോൾ കുഴപ്പമില്ല, ഞാൻ കുറച്ച് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അവൾക്കത് വിഷമാവില്ലേ എന്നൊക്കെ ഉള്ള രീതിയിൽ ഞാൻ എൻ്റെ ആറ്റിറ്റ്യൂഡിനെ മാറ്റിയാണ് ഞാൻ അവിടെ കംഫർട്ട് അല്ലെങ്കിൽ ആ ഒരു ഡിസനൻസ് റെഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു കംഫർട്ടിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഫോഴ്സ്ഡ് കംപ്ലയൻസ് ബിഹേവിയർ. അപ്പോൾ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അടുത്തത് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കോഗ്നിറ്റീവ് ഡിസനൻസ്. നമുക്ക് രണ്ടും ഒരേപോലെ ഇഷ്ടമുള്ള കാര്യങ്ങളാണെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ രണ്ട് ചോയ്സസും ഇഷ്ടമാണെങ്കിൽ, അല്ലെങ്കിൽ രണ്ട് ചോയ്സസിലും ഇഷ്ടം അല്ല എങ്കിലും നമ്മൾക്ക് ഈ ഇഷ്യൂസ് വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഗെറ്റിംഗ് മാരീഡ് ഓർ ഗോയിങ് ഫോർ എ കരിയർ. അപ്പം ഒന്നിലേക്ക് കല്യാണം കഴിക്കുക അല്ലെങ്കിൽ കരിയർ. അപ്പം ഏതാണ് എടുക്കണ്ടേ? അപ്പൊ ഒരു തീരുമാനം എടുക്കുകയാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഡയലമാറ്റിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ലൈക്ക് എനിക്ക് കല്യാണം കഴിക്കണം എന്നുണ്ട്, പക്ഷെ എൻ്റെ കരിയറും എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒന്നേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഞാൻ ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുന്നു. ഈ ഒന്ന് ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ മറ്റേത് എൻ്റെ കൈവിട്ട് പോയതിൻ്റെ ഒരു ഡിസ്കംഫർട്ട് എനിക്കുണ്ട്. അതായത് മാരേജ് എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ എടുക്കുമ്പോൾ എൻ്റെ കരിയർ ഞാൻ അവിടെ ലൂസ് ചെയ്യണം, അല്ലെങ്കിൽ കരിയർ ഞാൻ അവിടെ എടുക്കുമ്പോൾ അവിടെ എൻ്റെ ഒരു മാരിറ്റൽ ലൈഫ് ഞാൻ ലൂസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ്, അത് റിജക്റ്റ് ചെയ്ത ഓൾട്ടർനേറ്റീവിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, ഓക്കെ, അത് എന്നിൽ ഡിസനൻസ് ഉണ്ടാക്കുന്നു. അപ്പോൾ ആ ഡിസനൻസ് ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആ ഡിസനൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത ചോയ്സിൻ്റെ ഒരു ബെനിഫിറ്റ് ഓർക്കും. അതുപോലെ എടുക്കാതിരുന്ന ഒരു ചോയ്സിൻ്റെ ഒരു ദോഷഫലങ്ങൾ അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന നെഗറ്റീവ്സിന് ഞാൻ കൂടുതൽ വാല്യൂ കൊടുക്കും. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഡിസനൻസ് അവിടെ കുറയ്ക്കുന്നത്. ദെൻ അടുത്തത് എഫേർട്ട് ജസ്റ്റിഫിക്കേഷൻ. എഫേർട്ട് ജസ്റ്റിഫിക്കേഷനും നമ്മൾ ചെയ്യാറുള്ള കാര്യമാണ്. ലൈക്ക് ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്ത ഒരു കാര്യം, ആ എഫേർട്ടിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടി. ആ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് അത്ര വലിയ റിസൾട്ട് അല്ലെങ്കിൽ അത് അത്രയ്ക്ക് നമുക്ക് അങ്ങനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം അല്ല, അല്ലെങ്കിൽ അത്ര വലിയൊരു ഗോൾ അല്ല, അല്ലെങ്കിൽ വളരെ ട്രിവിയൽ ആയിട്ടുള്ളൊരു ഗോളാണെന്ന് വിചാരിക്കുക നമുക്ക് കിട്ടിയത്. ഞാൻ അതിനകത്ത് അത്യാവശ്യം നല്ലൊരു എഫേർട്ട് ഇടുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ എനിക്ക് അത്ര ട്രിവിയൽ അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഒന്നുകിൽ ഞാൻ പറയും അത് അത്ര വലിയ ഗോളായിരുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ സമാധാനിക്കും, അല്ലെങ്കിൽ ആ കിട്ടിയ ഗോളിന് ഞാൻ കുറച്ചും കൂടി അൺറിയലിസ്റ്റിക് ആയിട്ട് ഞാൻ അത് പ്രസന്റ് ചെയ്യും. അതായത് അതിന് കൂടുതൽ വാല്യൂസ് അറ്റാച്ച് ചെയ്ത്, അല്ലെങ്കിൽ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് വാല്യൂസ് അറ്റാച്ച് ചെയ്ത് ഞാൻ എൻ്റെ ഡിസനൻസ് അവിടെ കുറയ്ക്കും. ഓക്കെ, സോ ഹിയർ ദ പീപ്പിൾ ടെൻഡ് ടു ജസ്റ്റിഫൈ ദെയർ എഫേർട്സ് ബൈ അപ്രൈസിംഗ് ദ അച്ചീവ്ഡ് ഗോൾസ് in a more positive way than usual and by attaching more subjective value to those goals, consequently leading to reduced
ഡിസണൻസ്. ഓക്കെ, അപ്പോൾ അതാണ് എഫേർട്ട് ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കോഗ്നിറ്റീവ് ഡിസണൻസ് തിയറി എന്താണെന്ന് കണ്ടു, ദെൻ അതിൻ്റെ മേജർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് കണ്ടു. അതിനകത്ത് ആദ്യം വരുന്നത് ഫോഴ്സ്ഡ് കംപ്ലയൻസ് ബിഹേവിയർ, 2 ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കോഗ്നിറ്റീവ് ഡിസണൻസ്, 3 എഫേർട്ട് ജസ്റ്റിഫിക്കേഷൻ. അടുത്ത തിയറി എന്ന് പറയുന്നത് സോഷ്യൽ ലേണിംഗ് തിയറിയാണ്. സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറയുമ്പോൾ വി ആർ ലേണിംഗ് ഇൻ എ സോഷ്യൽ സിറ്റുവേഷൻ. അതാണ് സോഷ്യൽ ലേണിംഗ് തിയറിയിൽ പറയുന്നത്. അപ്പം ഇവിടെ നമ്മളുടെ ഈ ഒരു തിയറി അനുസരിച്ച് നമ്മൾ പുതിയ ബിഹേവിയേഴ്സ് പഠിക്കുന്നു. ഈ പഠിക്കുന്നത് ഞാൻ മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്തിട്ടും അവരെ ഇമിറ്റേറ്റ് ചെയ്തിട്ടുമാണ് ഞാൻ പഠിക്കുന്നത്. അതാണ് സോഷ്യൽ ലേണിംഗ് തിയറിയിൽ പറയുന്നത്. So according to this theory, individuals acquire new behaviors by observing and imitating others. അപ്പോൾ ലേണിംഗ് ഈസ് എ കോഗ്നിറ്റീവ് പ്രോസസ് വിച്ച് ടേക്സ് പ്ലേസ് ഇൻ എ സോഷ്യൽ കോണ്ടെക്സ്റ്റ് അല്ലേ. നമ്മൾ ലേണിംഗ് എന്ന് പറയുമ്പോൾ അവിടെ അതൊരു കോഗ്നിറ്റീവ് പ്രോസസ്സാണ് വിച്ച് ടേക്സ് പ്ലേസ് ഇൻ എ സോഷ്യൽ കോണ്ടെക്സ്റ്റ്. ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ വേറൊരു വ്യക്തി ഉണ്ടെങ്കിൽ, വ്യക്തിയുടെ ഒരു പ്രസൻസ് ഉണ്ടായാൽ തന്നെ അതൊരു സോഷ്യൽ കോണ്ടെക്സ്റ്റ് എന്ന് മനസ്സിലാക്കാം. സോ സച്ച് ലേണിംഗ് ഓഫ് ബിഹേവിയർ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു ലേണിംഗ് അവിടെ നടക്കണമെങ്കിൽ അവിടെ ഡയറക്റ്റായിട്ട് ആ മറ്റൊരു വ്യക്തി ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു പ്രവൃത്തി ഞാൻ ഒബ്സർവ് ചെയ്യണം. അവരുടെ ആ ഒരു പ്രവൃത്തി കൊണ്ട് അവർക്ക് റീഇൻഫോഴ്സ്മെന്റ് കിട്ടിയതായിട്ടും എനിക്ക് മനസ്സിലാവണം. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ആ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ ചെയ്യുമ്പം എനിക്ക് അവിടെ റീഇൻഫോഴ്സ്മെന്റ് കിട്ടണം. മറ്റുള്ളവർ ആ വ്യക്തി ചെയ്ത പോലെ തന്നെ ഡാൻസ് ചെയ്തപ്പം എനിക്കും അവർക്ക് കിട്ടിയ പോലെ തന്നെ പ്രൈസ് കിട്ടി, അല്ലെങ്കിൽ അപ്രീസിയേഷൻ കിട്ടി. ഓക്കെ, അല്ലെങ്കിൽ കൃത്യമായിട്ട് എനിക്ക് ഇൻസ്ട്രക്ഷൻസ് വരണം, നീ ഈ രീതിയിൽ പെരുമാറണം. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ ഇൻസ്ട്രക്ഷൻസിലൂടെയും അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെന്റിലൂടെ അല്ലെങ്കിൽ ഡയറക്റ്റ് ഒബ്സർവേഷനിലൂടെയും നമ്മൾ ബിഹേവിയേഴ്സ് പഠിച്ചാൽ അത്തരത്തിലുള്ള പഠനത്തെ നമ്മൾ സോഷ്യൽ ലേണിംഗ് എന്ന് പറയും. So this theory explains how learning occurs through observation of rewards and punishments. അപ്പൊ ഞാനൊരു വ്യക്തിയെ പോലെ ഞാൻ പെരുമാറണമെങ്കിൽ ആ വ്യക്തി പെരുമാറിയിട്ട് അവർക്ക് അതുകൊണ്ട് റിവാർഡ് ഉണ്ടായി അല്ലെങ്കിൽ അപ്രീസിയേഷൻ കിട്ടി എന്ന് ഞാൻ അറിയുമ്പോഴാണ് എനിക്ക് അത്തരത്തിലുള്ള ബിഹേവിയേഴ്സ് ഇമിറ്റേറ്റ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രോസസ്സിൽ നമ്മൾ പറയുന്നത് വിക്കേരിയസ് റീഇൻഫോഴ്സ്മെന്റ്. അപ്പൊ എനിക്ക് ഡയറക്റ്റ് റീഇൻഫോഴ്സ്മെന്റ് കിട്ടിയതല്ല, മറ്റൊരു വ്യക്തിക്ക് ആ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ ചെയ്തിട്ട് അവർക്ക് റീഇൻഫോഴ്സ്മെന്റ് കിട്ടിയത് ഞാൻ കണ്ടു. ഓക്കെ, അങ്ങനെ ഞാനും അത്തരത്തിലുള്ളൊരു ബിഹേവിയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബിഹേവിയേഴ്സ് ലേൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ വിക്കേരിയസ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. Now, what are the mediational process of social learning? ഇപ്പോൾ സോഷ്യൽ ലേണിംഗിൽ വരുന്ന 4 മേജർ ആയിട്ടുള്ള പ്രോസസ്സാണ് പറയുന്നത്. എങ്ങനെയാണ് സോഷ്യൽ ലേണിംഗ് സംഭവിക്കുന്നത്? അതിൽ 4 മേജർ ആയിട്ടുള്ള പ്രോസസ്സാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് അറ്റൻഷനാണ്. അപ്പൊ അറ്റൻഷൻ എന്ന് പറയുമ്പോൾ ഞാനൊരു ബിഹേവിയർ കണ്ടു, എൻ്റെ ബ്രദർ നന്നായി പഠിക്കുന്നത് ഞാൻ കണ്ടു, അവർ പഠിക്കുന്ന രീതി ഞാൻ കണ്ടു, അവർക്ക് ആ ഒരു പഠനം കൊണ്ട് എന്തെല്ലാം മെച്ചമുണ്ടായി എന്ന് ഞാൻ കാണുകയാണ്. അപ്പം അവിടെ എൻ്റെ ഒരു ശ്രദ്ധ വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് അറ്റൻഷൻ. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചാലാണ് എനിക്കിത് കാണാൻ പറ്റും, ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ എനിക്കിത് കാണാൻ സാധിക്കില്ല. So if an individual needs to learn a behavior, he or she has to pay attention to that behavior and its consequences. ഓക്കെ, അതാണ് അറ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ അറ്റൻഷൻ വേണമെങ്കിൽ എനിക്കൊരു ഇന്റലിജൻസ് വേണം, കോഗ്നിറ്റീവ് എബിലിറ്റി വേണം, ഞാൻ അറൗസ്ഡ് സ്റ്റേറ്റിലായിരിക്കണം, എൻ്റെ ഒരു പാസ്റ്റ് പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കണം. ഇതെല്ലാം വെച്ചിട്ടാണ് അറ്റൻഷൻ വരുന്നത്. അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് റീടെൻഷൻ. റീടെൻഷൻ എന്ന് പറയുന്നത് ഞാൻ അറ്റൻഡ് ചെയ്ത കാര്യം എൻ്റെ തലയിൽ ഇരിക്കണം. ഓക്കെ, എൻ്റെ ബ്രെയിനിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കണം. സോ ഇറ്റ് റെഫേഴ്സ് ടു അവർ കപ്പാസിറ്റി ടു റിമെമ്പർ എ ബിഹേവിയർ. സോ മെനി ടൈംസ് വി നോട്ടീസ് അതേഴ്സ് ബിഹേവിയർ. മറ്റുള്ളവരുടെ ബിഹേവിയർ ഞാൻ കാണും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഞാനത് മറന്നുപോകും. ഓക്കെ, അപ്പൊ ഞാൻ മറന്നുപോയി കഴിഞ്ഞാൽ എനിക്ക് അതുപോലെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ മറക്കാതിരിക്കണമെങ്കിൽ എനിക്ക് ഇനഫ് ആയിട്ടുള്ളൊരു കോഗ്നിറ്റീവ് കേപ്പബിലിറ്റി ഉണ്ടാവണം. അതുപോലെ എനിക്ക് ആ ഒരു അത് റിഹേഴ്സൽ ഞാൻ ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് അവർ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ചെയ്യണം. ഇപ്പോൾ ഒരു ഡാൻസ് ഒരു ഫുൾ സെറ്റ് ഒരു ഡാൻസ് ഞാൻ കാണുകയാണ്, അപ്പൊ അത് കണ്ട് അതുപോലെ ഞാൻ എൻ്റെ അടുത്ത് ചെയ്യാൻ പറയുമ്പോൾ ഞാൻ അവർ ചെയ്യുന്ന ഓരോ സ്റ്റെപ്സും ഞാൻ ശ്രദ്ധിക്കണം. അത് എൻ്റെ മെമ്മറിയിൽ ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുള്ളതാണ് സെക്കൻഡ് പ്രോസസ്സ് വരുന്നത്. സോ ദാറ്റ് ഈസ് റീടെൻഷൻ. അത് കഴിഞ്ഞ് മൂന്നാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസ് ട്രൈ ടു ഇമിറ്റേറ്റ് ഓർ റീപ്രൊഡ്യൂസ് ദ ബിഹേവിയർ പാറ്റേൺ. ആ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ പാറ്റേൺ ഞാൻ റീപ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ അത് ഇമിറ്റേറ്റ് ചെയ്യണം. അതാണ് റീപ്രൊഡക്ഷൻ. അപ്പൊ റീപ്രൊഡ്യൂസ് ചെയ്യണമെങ്കിലും എനിക്ക് അതിനുള്ള സ്കില്ല് വേണം. ഇപ്പോൾ ഒരു 80-year-old മാൻ, ആള് വേറൊരു വ്യക്തി
അല്ലെങ്കിൽ മറ്റു ആളുകൾ ട്രെക്കിംഗ് ചെയ്യുന്ന മൗണ്ടൻ ട്രെക്കിംഗ് ചെയ്യുന്നത് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു അവർ ചെയ്യുന്ന രീതിയും അവർ മല കയറി പോകുന്നതും അവരുടെ ആ ഒരു യാത്രയും ഇതെല്ലാം ഞാൻ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ഫിസിക്കലി അതിനുള്ള ആരോഗ്യം ഇല്ലാത്തത് കൊണ്ട് ഐ ആം നോട്ട് ഏബിൾ ടു ഇമിറ്റേറ്റ് ഇറ്റ്. അപ്പൊ റീപ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു ഫിസിക്കൽ ഓർ കോഗ്നിറ്റീവ് എബിലിറ്റി നമ്മളിൽ ഉണ്ടായിരിക്കണം. അതാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ വരുന്നത് മോട്ടിവേഷൻ. മോട്ടിവേഷനിൽ പറയുന്നത് ഇപ്പൊ ഈ പറഞ്ഞ് ഞാൻ ശ്രദ്ധിക്കണമെങ്കിലും അത് എൻ്റെ തലയിൽ ഓർത്ത് വെക്കണമെങ്കിലും അത് തിരിച്ച് റീപ്രൊഡ്യൂസ് ചെയ്യണമെങ്കിലും എനിക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവണം. ആ മോട്ടിവേഷൻ വരുന്നത് എൻ്റെ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി പഠിച്ചു, മാർക്ക് നേടിയ ആൾക്ക് സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തു. ഞാനും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അത്തരത്തിലുള്ള സൈക്കിൾ എനിക്കും കിട്ടണം. അങ്ങനെ വരുമ്പോഴാണ് എനിക്ക് മോട്ടിവേഷൻ കിട്ടുന്നത്. ഇപ്പൊ സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തു, എനിക്ക് സൈക്കിൾ അല്ല താല്പര്യം. അച്ഛൻ പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനും ചേട്ടനെ പോലെ പഠിച്ചാൽ എനിക്കും സൈക്കിൾ വാങ്ങിച്ചു തരാം എന്ന് പറയുമ്പോൾ എനിക്ക് സൈക്കിൾ വേണ്ടെങ്കിൽ എനിക്ക് അവിടെ ഒരു മോട്ടിവേഷൻ ഉണ്ടാവത്തില്ല. അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് പഠിച്ചാൽ എനിക്ക് നല്ലൊരു ജോലി കിട്ടും, നല്ലൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് നിന്ന് നല്ലൊരു സ്റ്റാറ്റസിലേക്ക് എനിക്ക് പോകാൻ പറ്റും എന്ന് പറയുമ്പോൾ എനിക്കത് താല്പര്യമില്ല. എനിക്ക് അങ്ങനൊരു അതത്ര എനിക്കൊരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടർ അല്ല എങ്കിൽ എനിക്കവിടെ പഠിക്കാനുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ആ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്ത് ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് അവിടെ കുറവാണ്. ഓക്കെ, അപ്പം ഈ 4 സ്റ്റെപ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് when we consider social learning theory. അതിൽ ഫസ്റ്റ് വരുന്നത് അറ്റൻഷൻ, രണ്ടാമത്തെ റീടെൻഷൻ, മൂന്നാമത്തെ റീപ്രൊഡക്ഷൻ, നാലാമത്തെ മോട്ടിവേഷൻ. ഓക്കെ, then what are the assumptions or tenets of social learning? സോഷ്യൽ ലേണിംഗിൽ വരുന്ന മേജർ ആയിട്ടുള്ള അസംഷൻസ് ആണ് പറയുന്നത്. ഒന്ന് പറയുന്നത് വിക്കേരിയസ് റീഎൻഫോഴ്സ്മെന്റ് ആണ്. വിക്കേരിയസ് റീഎൻഫോഴ്സ്മെന്റിൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ മറ്റുള്ളവരുടെ ബിഹേവിയർ ഒബ്സർവ് ചെയ്യുന്നു, അതോടൊപ്പം ആ ബിഹേവിയറിന്റെ കോൺസിക്വൻസസ് എന്താണെന്നും ഞാൻ ഒബ്സർവ് ചെയ്യുന്നു, എന്നിട്ടാണ് ഞാൻ ആ ബിഹേവിയർ ചെയ്യുന്നത്. അതാണ് വിക്കേരിയസ് റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. സോ എ യങ്ങർ ബ്രദർ ലേൺസ് ടു ഗ്രീറ്റ് അതേഴ്സ്, മറ്റുള്ളവരെ ഗ്രീറ്റ് ചെയ്യുന്നു only because he saw his elder sister being praised for the same behavior. അപ്പം ആളുടെ ചേച്ചി അല്ലെങ്കിൽ ചേട്ടൻ മറ്റുള്ളവരെ ഗ്രീറ്റ് ചെയ്യുമ്പോൾ ആ മിടുക്കനാണല്ലോ അല്ലെങ്കിൽ മിടുക്കിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് പ്രൈസ് കിട്ടുന്നത് ഞാൻ കണ്ടിട്ടാണ് ഞാൻ ആ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവർക്ക് കിട്ടുന്ന റീഇൻഫോഴ്സ്മെന്റ് കാണുമ്പോഴാണ് എനിക്ക് ആ ഒരു അവർക്ക് കിട്ടുന്ന റിവാർഡ് കാണുമ്പോഴാണ് എനിക്ക് ആ റീഇൻഫോഴ്സ്മെന്റ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അതാണ് വിക്കേരിയസ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. സോ വിക്കേരിയസ് റീഇൻഫോഴ്സ്മെന്റ് ടേക്സ് പ്ലേസ് ത്രൂ വിക്കേരിയസ് ലേണിംഗ്. മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്യുന്നതിലൂടെയാണ് ആ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് വിക്കേരിയസ് റീഇൻഫോഴ്സ്മെന്റ് സംഭവിക്കുന്നത്. അടുത്തത് മോഡലിംഗ് ആണ്. മോഡലിംഗിൽ എന്താ നമ്മൾ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ആരാണോ എൻ്റെ റോൾ മോഡൽ അവരുടെ ബിഹേവിയർ ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാം. Okay, so modeling is a process in which we learn by imitating and observing others. On the other hand, vicarious reinforcement നമ്മൾ ആ കോൺസിക്വൻസസ് അല്ലെങ്കിൽ റിവാർഡ് അല്ലെങ്കിൽ പണിഷ്മെന്റ് നോക്കിയിട്ടാണ് എൻ്റെ ഒരു ഇമിറ്റേഷൻ വരുന്നതെങ്കിൽ മോഡലിൽ റോൾ മോഡൽ ആരാണോ അവരെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ മോഡലിംഗിൽ ഒരു ലൈവ് മോഡൽ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു വെർബൽ ഇൻസ്ട്രക്ഷൻ മോഡൽ ഉണ്ടാവാം, അല്ലെങ്കിൽ സിംബോളിക് മോഡൽ ഉണ്ടാവും. ലൈവ് മോഡൽ എന്ന് പറയുമ്പോൾ ആ വ്യക്തിയെ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് കാണുന്നുണ്ട്, ആ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് ഡയറക്റ്റ്ലി എനിക്ക് അത് കാണാൻ സാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതാണ് ലൈവ് മോഡൽ എന്ന് പറയുന്നത്. വെർബൽ ഇൻസ്ട്രക്ഷൻ മോഡൽ എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സ്പോർട്സിന്റെ ഒരു കോച്ച് അത്ലറ്റ്സിനെ ഗൈഡ് ചെയ്യുന്നത്, അതാണ് വെർബൽ ഇൻസ്ട്രക്ഷൻ മോഡൽ എന്ന് പറയുന്നത്. ദെൻ സിംബോളിക് മോഡലാണ് പൊതുവെ നമ്മൾ ബുക്സിൽ കാണുന്ന അല്ലെങ്കിൽ ടെലിവിഷനിൽ കാണുന്ന, ഇന്റർനെറ്റിൽ, ലിറ്ററേച്ചറിൽ. അപ്പോൾ അതിലുള്ള ഓരോ ക്യാരക്ടേഴ്സിന്റെ അല്ലെങ്കിൽ ഫിക്ഷണൽ ക്യാരക്ടർ ആണെങ്കിൽ അവരുടെ ബിഹേവിയേഴ്സ് എനിക്കത് വളരെ അപ്പീലിംഗ് ആയിട്ട് തോന്നിക്കഴിയുമ്പോൾ ആ വ്യക്തിയെ ഞാൻ എൻ്റെ ഒരു റോൾ മോഡലായിട്ട് എടുത്തിട്ട് അവർ ചെയ്യുന്ന ബിഹേവിയേഴ്സ് ഞാൻ ചെയ്യുന്നു. ഓക്കെ, അതാണ് സിംബോളിക് മോഡൽ എന്ന് പറഞ്ഞാൽ. അടുത്തത് റെസിപ്രോക്കൽ ഡിറ്റർമിനിസം. റെസിപ്രോക്കൽ ഡിറ്റർമിനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു വ്യക്തിയെ ഇഷ്ടമല്ല, അപ്പൊ എൻ്റെ ആ ഒരു ഇഷ്ടക്കേട് ആ വ്യക്തിക്ക് മനസ്സിലാവുന്നു, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി അത് തിരിച്ചറിയുമ്പം ആ വ്യക്തിക്ക് തിരിച്ച് എന്നോട് ഇഷ്ടമില്ല അതാവുന്നു. അതാണ് റെസിപ്രോക്കൽ ഡിറ്റർമിനിസം എന്ന് പറയുന്നത്. So reciprocal determinism, it refers that the way individuals' behavior is influenced by the environment also is influenced by their behavior. അപ്പൊ അതിങ്ങനെ ബൂമറാങ് പോലെ അത് തിരിച്ച് നമ്മളിലേക്ക് അത് വരുന്ന ഒരു ഇതാണ്.
ഒരു തിയറിയാണ്, ഒരു അസംഷൻ ആണ് റെസിപ്രോക്കൽ ഡിറ്റർമിനിസം എന്ന് പറയുന്നത്. For example, if a child admits to the teacher that he or she hates attending the school, എനിക്ക് സ്കൂൾ എൻവയോൺമെന്റ് ഇഷ്ടമില്ല എന്ന് ഒരു കുട്ടി പറഞ്ഞാൽ, this may result in disliking of the child by the teacher or his or her classmates. അപ്പം എനിക്ക് സ്കൂൾ ഇഷ്ടമില്ല എന്ന് പറയുമ്പോൾ ആ ഇഷ്ടമില്ല എന്ന് പറയുന്ന കുട്ടിയെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ക്ലാസ്മേറ്റ്സ് ഇഷ്ടപ്പെടാതിരിക്കുന്നു. This might lead to reflection of inappropriate or immoral behavior among them. അപ്പം ആ ഇഷ്ടപ്പെടാതിരിക്കുന്നതിന്റെ റിഫ്ലക്ഷൻ അവർ ഇങ്ങോട്ട് കാണിക്കുമ്പോൾ തിരിച്ച് കുറച്ചും കൂടി ഒരു സ്ട്രിക്റ്റ് എൻവയോൺമെന്റിലേക്ക് ടീച്ചർ പോവുകയും അതുവഴി കുട്ടിക്ക് വീണ്ടും ആ ഒരു സ്കൂളിനോടുള്ള അല്ലെങ്കിൽ ആ സ്കൂൾ അറ്റൻഡ് ചെയ്യണമെന്നുള്ള ആ ഒരു ഇഷ്ടക്കേട് കൂടുകയാണ് ചെയ്യുന്നത്. So that is reciprocal determinism. So this might lead to reflection of inappropriate immoral behavior among them, and which in turn will force the teachers to create more stricter environment for him or her. അപ്പം എനിക്ക് അത് ഇഷ്ടമില്ലാന്ന് പറയുമ്പോൾ ടീച്ചറിന്റെ ഉള്ളിലേക്കും ആ ഒരു ഇഷ്ടക്കേട് വരികയാണ് ചെയ്യുന്നത്. അതനുസരിച്ച് ടീച്ചർ കുറച്ചും കൂടി സ്ട്രിക്റ്റ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇത് കുട്ടിയിലും ഇഷ്ടക്കേട് നടക്കുന്നു. സോ ദാറ്റ് ഈസ് റെസിപ്രോക്കൽ ഡിറ്റർമിനിസം. അടുത്തത് ആപ്ലിക്കേഷൻസ് ഓഫ് സോഷ്യൽ ലേണിംഗ് തിയറി. എവിടെയൊക്കെയാണ് നമ്മൾ സോഷ്യൽ ലേണിംഗ് തിയറി അപ്ലൈ ചെയ്യുന്നത്? ഒന്ന് മാനേജ്മെന്റിൽ. ഓക്കെ, മാനേജ്മെന്റിൽ നമ്മൾ സോഷ്യൽ ലേണിംഗ് തിയറി അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ആദ്യം വരുന്നത് വിക്കേരിയസ് എക്സ്പീരിയൻസ് ആണ്. അതായത് മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്തതിന് ശേഷം നമ്മൾ പഠിച്ചെടുക്കുന്നത്. അതുവഴി കുട്ടിക്ക് ഉണ്ടാവുന്ന ഡെവലപ്മെന്റ് ആണ് വിക്കേരിയസ് എക്സ്പീരിയൻസിൽ വരുന്നത്. അടുത്തത് കോഗ്നിറ്റീവ് പ്രോസസ്സസ് ആൻഡ് ന്യൂറോ സയൻസ്. ഇപ്പോൾ കോഗ്നിറ്റീവ് പ്രോസസ് ആൻഡ് ന്യൂറോ സയൻസ് എന്ന് പറയുമ്പോൾ, സിൻസ് ദ പ്രോസസ് ഓഫ് ഒബ്സർവിങ് ആൻഡ് ലേണിംഗ് ബിഹേവിയേഴ്സ്, ഇത് ഈ ഒരാളെ ഒബ്സർവ് ചെയ്യണമെങ്കിലും അവരുടെ ബിഹേവിയേഴ്സ് പഠിക്കണമെങ്കിലും അതിന് കൃത്യമായിട്ടുള്ളൊരു കോഗ്നിറ്റീവ് പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ കോഗ്നിറ്റീവ് പ്രോസസ്സ് ക്ലിയർ ആയിട്ട് നടന്നില്ലെങ്കിൽ ഒരിക്കലും ആ ഒരു ഇമിറ്റേഷൻ സംഭവിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അടുത്തത് ക്രിമിനോളജിയിൽ നമ്മൾ ഈ സോഷ്യൽ ലേണിംഗ് തിയറി ഉപയോഗിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു വ്യക്തി ഒരു റോൾ മോഡൽ എങ്ങനെയാണോ ആ ഒരു ക്രൈം നടത്തുന്നത് അതേപോലെ തന്നെ എനിക്കും നടത്താനുള്ള ഒരു ടെൻഡൻസി വരികയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സീരിയൽ കില്ലേഴ്സിന്റെ ഒരുപാട് സ്റ്റോറീസ് നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് കുട്ടികളിൽ അത് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുട്ടികളും അത്തരത്തിൽ ക്രൈം കണ്ടക്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ട് റിസർച്ച് ചെയ്യും. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോൾ ഇത് നമ്മളുടെ ആ ഒരു മെമ്മറിയിൽ നിന്ന് എടുത്ത് ചെയ്യാനുള്ള സാധ്യതകളും പറയുന്നുണ്ട്. സോ ദിസ് തിയറി റിഫ്ലെക്ട്സ് ഹൗ ക്രിമിനൽ ബിഹേവിയർ ഇസ് ലേൺഡ് ഇൻ ബോത്ത് social and non-social situations through combination of direct reinforcement, vicarious reinforcement, explicit instructions and observation. അടുത്തത് സ്കൂൾ സൈക്കോളജി. സ്കൂൾ സൈക്കോളജിയിൽ പറയുന്നത് ദ ടീച്ചിങ് ആൻഡ് സ്ട്രാറ്റജീസ് ഇൻ ക്ലാസ് റൂം സെറ്റിംഗ്. അപ്പം അവിടെ നമ്മൾ നോളജ് അക്വയർ ചെയ്യുന്നതും അത് റീടെൻഷൻ ചെയ്യുന്നതും ടീച്ചേഴ്സ് എന്താണോ പറയുന്നത് അതനുസരിച്ച് കുട്ടികൾ ടീച്ച് ചെയ്യുന്നതും കുട്ടികൾ അത് ഇമിറ്റേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ടീച്ചേഴ്സിന്റെ ആക്ഷൻസ് റീപ്രൊഡ്യൂസ് ചെയ്യും. ഇതെല്ലാം അവിടെ സോഷ്യൽ ലേണിംഗ് പ്രിൻസിപ്പിൾസ് ആണ് ഉപയോഗിക്കുന്നത്. അടുത്തത് മീഡിയയിൽ വരുന്ന കാര്യങ്ങൾ. അപ്പം ആഡ്സ്, അഡ്വർടൈസ്മെന്റ്സ് അല്ലെങ്കിൽ പ്രോഗ്രാംസ്, എന്റർടൈൻമെന്റ്, ഇതെല്ലാം റോൾ മോഡൽസ് ആയിട്ട് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, എ ചൈൽഡ് ഈസ് കൺവിൻസ്ഡ് ടു യൂസ് എ ടൂത്ത് പേസ്റ്റ് യൂസ്ഡ് ഇൻ ആൻ അഡ്വർടൈസ്മെന്റ് ബൈ എ സെലിബ്രിറ്റി. കുട്ടിക്ക് ഇഷ്ടമുള്ളൊരു സെലിബ്രിറ്റിയാണ് ആ ഒരു ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നതെങ്കിൽ കുട്ടിയും അത് തന്നെ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സോ മീഡിയയിൽ നമ്മൾ ഈ സോഷ്യൽ ലേണിംഗ് തിയറി അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സോഷ്യൽ ലേണിംഗ് തിയറിയിൽ ആൽബർട്ട് ബാൻഡുര ഇൻ 1977 സോഷ്യൽ ലേണിംഗ് തിയറി കൊണ്ടുവന്നത്. ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഇൻഡിവിജ്വൽസ് അക്വയർ ന്യൂ ബിഹേവിയർ ബൈ ഒബ്സർവിങ് ആൻഡ് ഇമിറ്റേറ്റിംഗ് അതേഴ്സ്. മീഡിയേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ സോഷ്യൽ ലേണിംഗ് തിയറിയിൽ വരുന്ന 4 മേജർ പ്രോസസ്സിൽ 1 അറ്റൻഷൻ, 2 റീടെൻഷൻ, 3 റീപ്രൊഡക്ഷൻ, 4 മോട്ടിവേഷൻ. ദെൻ അസംഷൻസ് എന്താന്ന് നോക്കുക. 1 വിക്കേരിയസ് റീഇൻഫോഴ്സ്മെന്റ്, മറ്റുള്ളവരുടെ കോൺസിക്വൻസസ് കൂടി നോക്കിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളത്. ദെൻ മോഡലിംഗ്, മറ്റുള്ളവരെ നമ്മുടെ റോൾ മോഡൽ എന്താണോ ചെയ്യുന്നത് അത് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്നു. ദെൻ റെസിപ്രോക്കൽ ഡിറ്റർമിനിസം, ഇതിങ്ങനെ ഇങ്ങോട്ട് പോകുന്നു, അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ടേക്ക് നമ്മൾ തിരിച്ചു വരുന്നു, അതനുസരിച്ച് ആ ബിഹേവിയർ പോകുന്നതാണ് റെസിപ്രോക്കൽ ഡിറ്റർമിനിസം. ദെൻ ആപ്ലിക്കേഷൻസ് ഓഫ് സോഷ്യൽ ലേണിംഗിൽ ഒന്ന് മാനേജ്മെന്റിൽ, ദെൻ ചൈൽഡ് ഡെവലപ്മെന്റിൽ, മാനേജ്മെന്റിന്റെ അണ്ടറിൽ ചൈൽഡ് ഡെവലപ്മെന്റ്, ദെൻ സോഷ്യൽ കോഗ്നിറ്റീവ് പ്രോസസ്സസ് ആൻഡ് ന്യൂറോ സയൻസ്, ദെൻ ക്രിമിനോളജി, സ്കൂൾ സൈക്കോളജി, മീഡിയ. ഓക്കെ, അടുത്തത് ഗ്രൂപ്പ് തിങ്ക് തിയറിയാണ്. മൂന്നാമത് പറയുന്നത് ഗ്രൂപ്പ് തിങ്ക് തിയറി. ഗ്രൂപ്പ് തിങ്ക് തിയറി എന്ന് പറയുന്നത് കൂടുതലും നമ്മൾ കാണുന്നത്
കൊഹസീവ്നെസ് കൂടുതലുള്ള ഗ്രൂപ്പ്സ്. അതൊരു റെബിലിയസ് ഗ്രൂപ്പ് ആണെങ്കിലും ശരി, അല്ലാതെയുള്ള ഗ്രൂപ്പ് ആണെങ്കിലും, പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സ് അല്ലാതെയുള്ള നമ്മളുടെ ഏതൊരു ഗ്രൂപ്പിലാണെങ്കിലും അവിടെ എത്രത്തോളം കൊഹഷൻ ഉണ്ടോ, കൊഹസീവ്നെസ് അല്ലെങ്കിൽ ഒരു വി ഫീലിംഗ് ഉണ്ടോ, എത്രത്തോളം ഒരു ഇൻറ്റൻസ് പ്രഷർ ഉണ്ടോ അപ്പുറത്തുനിന്ന്, ഓക്കെ, പുറത്തുനിന്ന് ഒരു ഇൻറ്റൻസ് പ്രഷർ ഉണ്ടോ, അതനുസരിച്ച് നമ്മളുടെ ആ ഒരു ഗ്രൂപ്പിൽ എല്ലാവരും ഒരേപോലെ ചിന്തിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഓക്കെ, അതാണ് ഗ്രൂപ്പ് തിങ്ക് എന്ന് പറയുന്നത്. സോ അക്കോർഡിംഗ് ടു ഇർവിംഗ് ജാനിസ്, ഗ്രൂപ്പ് തിങ്ക് ഇസ് എ മോഡ് ഓഫ് തിങ്കിങ്, ഒരു മോഡ് ഓഫ് തിങ്കിങ് ആണ്, ഇൻ വിച്ച് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഓഫ് സ്മോൾ ഗ്രൂപ്പ്സ് ടെൻ ടു അക്സെപ്റ്റ് എ വ്യൂ പോയിന്റ്. അവര് ഒരു വ്യൂ പോയിന്റ് അക്സെപ്റ്റ് ചെയ്യാൻ, ഓർ കൺക്ലൂഷൻ ദാറ്റ് റെപ്രസെന്റ്സ് എ പെർസീവ്ഡ് ഗ്രൂപ്പ് കൺസെൻസസ്. അപ്പൊ ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഒരേപോലെ ആ ഒരു തിങ്കിൽ തന്നെ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിൽ തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. വെദർ ഓർ നോട്ട് ദ ഗ്രൂപ്പ് മെമ്പേഴ്സ് ബിലീവ് ഇറ്റ് ടു ബി വാലിഡ്, കറക്റ്റ് ഓർ ഒപ്റ്റിമൽ. അപ്പം ആ ഒരു തീരുമാനം ശരിയോ അല്ല അതിപ്പോഴും നിലനിൽക്കുന്നതാണോ, അതല്ലെങ്കിൽ ആവശ്യമുണ്ടോ, ഇതൊന്നും ചിന്തിക്കാതെ തന്നെ ഗ്രൂപ്പിൽ ഒരു തീരുമാനം പറയുന്നില്ല, അത് കണ്ണുമടച്ച് അത് അക്സെപ്റ്റ് ചെയ്യുകയും മറിച്ചൊരു തീരുമാനം പറയാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ ഗ്രൂപ്പ് തിങ്ക് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് തിങ്കിൽ വരുന്ന മേജർ ആയിട്ടുള്ള കമ്പോണൻസ്, ഒന്ന്, ഗ്രൂപ്പ് വളരെ സ്ട്രോങ് ആയിരിക്കും, പെർസ്വേസീവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ലീഡർ ഉണ്ടാവും, എ ഹൈ ലെവൽ ഓഫ് ഗ്രൂപ്പ് കൊഹഷൻ ഉണ്ടാവും, ഇൻറ്റൻസ് പ്രഷർ ആയിരിക്കും പുറത്തുനിന്ന്, ഫ്രം ഔട്ട്സൈഡ് ടു മേക്ക് എ ഗുഡ് ഡിസിഷൻ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടൈറ്റാനിക് കേസ്, അല്ലെങ്കിൽ ഇപ്പം ഡിസ്ക്രിമിനേഷൻ വരുന്നത് ഗ്രൂപ്പിൽ തന്നെയുള്ള, ഇപ്പം മെയിൽസ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫീമെയിൽ ഗ്രൂപ്പ് അങ്ങനെ വരുമ്പോൾ ഡിസ്ക്രിമിനേഷൻ വരുന്നത്, അല്ലെങ്കിൽ കാസ്റ്റ് വൈസ് ആയിട്ടുള്ള നമ്മളൊരു ട്രൈബൽ ഗ്രൂപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പം അങ്ങനെ ഏതാണോ നമ്മളൊരു ഗ്രൂപ്പ് എടുക്കുക, ആ ഒരു ഗ്രൂപ്പിന്റെ ഒരു തീരുമാനം, അപ്പൊ അവരുടെ എത്രത്തോളം കൊഹസീവ്നെസ് ഉണ്ടോ അതനുസരിച്ച് അവരുടെ ആ ഒരു ഗ്രൂപ്പ് തിങ്ക് മുമ്പോട്ട് പോകുന്നതാണ് മനസ്സിലാക്കേണ്ടത്. Then, what are the symptoms of group think? Group thinkil വരുന്ന സിംറ്റംസ്, ഒന്ന്, illusions of invulnerability. അപ്പോൾ ഇവിടെ ആ ഒരു ഗ്രൂപ്പ് അത്രയും സ്ട്രോങ് ആണ്, യൂണിഫൈഡ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പ് ആയതുകൊണ്ട് ആ ഗ്രൂപ്പിന്റെ മെമ്പേഴ്സ് എല്ലാവരും ചിന്തിക്കുന്നത് നമ്മൾ പെർഫെക്റ്റ് ആണ്, നമ്മൾക്ക് എന്തും ചെയ്യാം, നമ്മൾ ചെയ്യുന്നത് എന്തും സക്സസ്ഫുൾ ആവും എന്ന് പറയുന്ന ഒരു ഹൈ ലെവൽ ഓഫ് ഓപ്റ്റിമിസം അവർക്കുണ്ട്. ആ ഒരു ഇല്യൂഷൻ അവരിൽ കാണാൻ സാധിക്കും. സോ അതാണ് ഇല്യൂഷൻസ് ഓഫ് ഇൻവൾണറബിലിറ്റി എന്ന് പറയുന്നത്. അടുത്തത് കളക്റ്റീവ് റാഷണലൈസേഷൻ. കളക്റ്റീവ് റാഷണലൈസേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ എന്താണോ തീരുമാനം എടുത്തത് അതിന് എല്ലാവരും ഒരേപോലെ റാഷണലൈസ് ചെയ്ത് പറയുകയാണ് ചെയ്തത്. ഇൻഫാക്ട് they also suggest the reasons as to why few of them are not agree. ഇനി ആരെങ്കിലും എഗ്രി ചെയ്യുന്നില്ലെങ്കിൽ അവർ എന്തുകൊണ്ടാണ് എഗ്രി ചെയ്യാത്തത് എന്ന് അവര് സജസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് ആ ഒറിജിനൽ ഡിസിഷനുമായിട്ട് അവർ മുമ്പോട്ട് പോവാണ് ചെയ്യുന്നത്. ദെൻ ബിലീഫ് ഇൻ ഇൻകൊഹറന്റ് മൊറാലിറ്റി ഓഫ് ദ ഗ്രൂപ്പ്. സോ ഗ്രൂപ്പ് ബിലീവ് ചെയ്യുന്നത് എപ്പോഴും അവർ ചെയ്യുന്നത് ശരിയാണ്. ഓക്കെ, ആൻഡ് ദേ ഓൾ നോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ റൈറ്റ് ആൻഡ് റോങ്. So this subsides the repercussions that may occur of what they decide. അവർ പറഞ്ഞതിനെ കുറിച്ച് വീണ്ടും ഒരു അയവർക്കലിന്റെ ഒരു ആവശ്യങ്ങളൊന്നും അവിടെ, അതിൽ അങ്ങനെ ഒരു സാധ്യതയും അവിടെ വരുന്നില്ല. ഗ്രൂപ്പ് എന്താണ് ചിന്തിക്കുന്നത് അത് ശരിയായിരിക്കും എന്നുള്ളൊരു ഉറച്ച ചിന്തയിലാണ് അവർ മുമ്പോട്ട് പോകുന്നത്. ദെൻ അടുത്ത സിംറ്റംസ് പറയുന്നത് ഔട്ട് ഗ്രൂപ്പ് സ്റ്റീരിയോടൈപ്സ്. ഔട്ട് ഗ്രൂപ്പ് സ്റ്റീരിയോടൈപ്സ് എന്ന് പറയുമ്പോൾ ഈ ഇൻഗ്രൂപ്പ് ഔട്ട് ഗ്രൂപ്പ്, അപ്പൊ ഇൻഗ്രൂപ്പിലുള്ളവർക്ക് എല്ലാവർക്കും ഒരേപോലെയാണെങ്കിൽ ദ മെജോറിറ്റി ഓഫ് ദി ഗ്രൂപ്പ് മെമ്പേഴ്സ് ഒപ്പൈൻ ദാറ്റ് ദോസ് ഹു ഡിസഗ്രി ടു ദെയർ ഡിസിഷൻസ്, അതായത് നമ്മൾ എടുത്തിരിക്കുന്ന ഡിസിഷൻസിൽ ഡിസഗ്രി ചെയ്യുന്ന ആൾക്കാർ അവര് റൈറ്റ് ഡിസിഷൻ എടുക്കാൻ കേപ്പബിൾ അല്ലാത്ത ആൾക്കാരാണ്, അവർക്ക് അതിനുള്ള കഴിവില്ലാത്തവരാണ് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതാണ് ഔട്ട് ഗ്രൂപ്പ് സ്റ്റീരിയോടൈപ്സ് എന്ന് പറയുന്നത്. ദെൻ ഡയറക്റ്റ് പ്രഷർ ഓൺ ദ നോൺ കൺഫോമിസ്റ്റ്. So those persons who do not conform to the majority of the group members, the group members നോട് കൺഫേം ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ are directly threatened to leave the group. അവരോട് ഗ്രൂപ്പിൽ നിന്ന് മാറാനായിട്ട് പറയും, അവർക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രഷർ കൊടുക്കുന്നു. And if they don't want to agree with the majority, അപ്പം മെജോറിറ്റി എന്താ പറഞ്ഞാൽ അതിനോട് ചേർന്ന് നിൽക്കാൻ അവർക്ക് പറ്റില്ലെങ്കിൽ they can leave the group എന്ന് കൃത്യമായിട്ട് അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്. And next is self censorship. Self censorship എന്ന് പറഞ്ഞാൽ those members who do not agree to the group, ഗ്രൂപ്പുമായിട്ട് എഗ്രി ചെയ്യാത്തവര് they engage themselves in self censorship. അവര് സെൽഫ് സെൻസർഷിപ്പ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് കിടക്കുക, where they believe that if they are only odd one out, then they must be the one who are wrong.
അപ്പോൾ മറ്റുള്ളവർ ചിന്തിക്കുന്ന പോലെ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്ക് എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഞാൻ അവിടെ വായടച്ച് വെക്കണം എന്ന് പറയുന്ന ഒരു രീതിയിലേക്കാണ് അവർ പോകുന്നത്. അപ്പൊ എൻ്റെ ചിന്തയിലാണ് കുഴപ്പം എന്ന് പറയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞ തീരുമാനങ്ങൾ അങ്ങനെ നമ്മൾ സെൻസർ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് സെൽഫ് സെൻസർഷിപ്പ് എന്ന് പറയുന്നത്. അടുത്തത് ഇല്യൂഷൻസ് ഓഫ് എഗ്രിമെന്റ്. ഇല്യൂഷൻസ് ഓഫ് എഗ്രിമെന്റിൽ ഇഫ് ദർ ഈസ് സൈലൻസ്, നമ്മൾ പറയുമ്പോൾ എപ്പോഴും സൈലൻസ് എന്ന് പറയുമ്പോൾ അവിടെ എന്തെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും വ്യത്യാസമില്ല, എന്തെങ്കിലും തീരുമാനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ തീരുമാനത്തിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ, ഗ്രൂപ്പ് തിങ്ക് സിറ്റുവേഷനിൽ സൈലൻസ് ആണെങ്കിൽ അവിടെ ആരും ഒപ്പോസ് ചെയ്യുന്നില്ല, എല്ലാവരും മെജോറിറ്റി ഡിസിഷനെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് ഉള്ള ഒറ്റ ചിന്ത മാത്രമാണ് അവിടെ വരുള്ളൂ. സോ ദാറ്റ് ഈസ് ഇല്യൂഷൻസ് ഓഫ് എഗ്രിമെന്റ്. അടുത്തത് സെൽഫ് അപ്പോയിന്റഡ് മൈൻഡ് ഗാർഡ്. സെൽഫ് അപ്പോയിന്റഡ് മൈൻഡ് ഗാർഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ആരെങ്കിലും ഈ ഒരു ഐഡിയയിൽ നിന്ന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിനെ ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടി ഗ്രൂപ്പ് തന്നെ കുറച്ച് ഗാർഡ്സിനെ വെക്കുന്നുണ്ട്. അതാണ് സെൽഫ് അപ്പോയിന്റഡ് മൈൻഡ് ഗാർഡ്സ്. അപ്പൊ അവര് ഈ ഗ്രൂപ്പ് മെമ്പേഴ്സ് തന്നെ അവർ സ്വയം ഗാർഡായിട്ട് മാറുകയാണ്. എന്നിട്ട് അവർ റെസ്പോൺസിബിലിറ്റി ആയിട്ട് അവർ തന്നെ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് ആദ്യത്തെ രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ ഓവർ കോൺഫിഡൻസ് ആണ് കാണിക്കുന്നതെങ്കിൽ, ബാക്കി രണ്ടെണ്ണം എന്ന് പറയുന്നത് മെജോറിറ്റി ഗ്രൂപ്പിന്റെ ഒരു ലിമിറ്റഡ് വിഷൻ ആണ് കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് 4 എന്ന് പറയുന്നത് ആ ഒരു സ്ട്രോങ് കംപ്ലയൻസ്, അതായത് മറ്റ് ആ ഗ്രൂപ്പിനകത്ത് തന്നെയുള്ള ഒരു സ്ട്രോങ് കംപ്ലയൻസ് ആണ്. അവിടെ ആ ഒരു പ്രഷർ അത്രയും കൊടുത്തിട്ടാണ് ആ ഗ്രൂപ്പ് മുമ്പോട്ട് കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ ഇതാണ് സിംറ്റംസ് ഓഫ് ഗ്രൂപ്പ് തിങ്ക്. ഗ്രൂപ്പ് തിങ്ക് എന്താണെന്ന് പറഞ്ഞു. ദെൻ സിംറ്റംസിൽ ഇല്യൂഷൻസ് ഓഫ് ഇൻവൾണറബിലിറ്റി, കളക്റ്റീവ് റാഷണലൈസേഷൻ, ബിലീഫ് ഇൻ inherent morality of the group, then out-group stereotypes, direct pressure on the non-conformist, then self-censorship, illusions of agreement, then self-appointed mind guards. Then what are the conditions responsible for group think? Group thinkine responsible ആയിട്ടുള്ള conditions നോക്കുക. ഒന്ന്, high stress. The group gets cohesive when they are under pressure to make decisions within a time frame. So high stress ആണ് ഒരു കാരണം. പിന്നെ അടുത്തത് ഡയറക്റ്റീവ് ലീഡർഷിപ്പ് ആണ്. അവിടെ ലീഡർ എന്താ പറയുന്നത് അതാണ് അൾട്ടിമേറ്റ് ആയിട്ട് വരുന്നത്. ദെൻ അടുത്തത് ഓവർ കോൺഫിഡൻസ്. എനിക്കറിയാം എൻ്റെ ഗ്രൂപ്പിൽ ഒരു കാരണവശാലും ഒരു തെറ്റ് സംഭവിക്കില്ല എന്ന് ഉള്ളൊരു ഓവർ കോൺഫിഡൻസ് ആണ് ഗ്രൂപ്പ് തിങ്കിന്റെ കാരണമായിട്ട് പറയുന്നത്. ദെൻ ലാക്ക് ഓഫ് ഔട്ട്സൈഡ് ഒപ്പീനിയൻ. മറ്റുള്ളവരുടെ ഒപ്പീനിയൻ നമ്മൾ എടുക്കുന്നില്ല, അത് നമ്മൾ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം പറയുന്നത്. ദെൻ ഓവർ വാല്യൂയിങ് ഗ്രൂപ്പ് കൊഹഷൻ ആൻഡ് കോമണാലിറ്റി. അപ്പൊ നമ്മളുടെ ഒരു യൂണിറ്റിയെ കുറിച്ച് നമ്മൾ ഓവർ വാല്യൂ ചെയ്യാണ്. അപ്പൊ ഒരിക്കലും ഇതിന് ഒരു തടസ്സം നിൽക്കുന്ന രീതിയിൽ ഒരു തീരുമാനങ്ങളും നമ്മൾ ഒരിക്കലും എടുക്കരുതെന്നുള്ളൊരു സിറ്റുവേഷനിലാണ് മുമ്പോട്ട് പോകുന്നത്. സോ ദാറ്റ് ഈസ് ഓവർ വാല്യൂയിങ്. സോ കണ്ടീഷൻസ് റെസ്പോൺസിബിളിൽ ഒന്ന് ഹൈ സ്ട്രെസ്, ദെൻ ഡയറക്റ്റീവ് ലീഡർഷിപ്പ്, ഓവർ കോൺഫിഡൻസ്, ലാക്ക് ഓഫ് ഔട്ട്സൈഡ് ഒപ്പീനിയൻ, ദെൻ ഓവർ വാല്യൂയിങ് ഗ്രൂപ്പ് കൊഹഷൻ ആൻഡ് കോമണാലിറ്റി. അടുത്തത് അനോമി തിയറിയാണ്. അനോമി തിയറിയിൽ പറയുന്നത് റൂൾസ് ഇല്ല, അതായത് നമ്മളുടെ ഒരു സൊസൈറ്റി മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെതായ റൂൾസ്, റെഗുലേഷൻസ് അല്ലെങ്കിൽ നോംസ് ഉണ്ട്. അപ്പം ഇതില്ലാതിരിക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾക്ക് ഒരു ലാക്ക് സംഭവിക്കുകയാണ്. ഒരു നോർമൽ എത്തിക്കൽ ആൻഡ് സോഷ്യൽ സ്റ്റാൻഡേർഡ്സിൽ ഒരു ലാക്ക് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഏത് രീതിയിലെങ്കിലും പൈസ ഉണ്ടാക്കണം, അല്ലെങ്കിൽ വാർ നടത്തിയെങ്കിലും നമ്മൾ വാറിന്റെ സമയത്ത് നമ്മൾ ലൂട്ട് ചെയ്യാം. ഓക്കെ, അവിടെയൊക്കെ സംഭവിക്കുന്നത് ഒരു നോം അല്ലെങ്കിൽ ഒരു എത്തിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റാൻഡേർഡ്സ് ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് സംഭവിക്കുക. സോ അക്കോർഡിംഗ് ടു ഡർക്കീം ആണ് ഇത് കൊണ്ടുവന്നത് ഈ ഒരു തിയറി. അക്കോർഡിംഗ് ടു ഡർക്കീം, ആബ്സെൻസ് ഓഫ് ഷെയർഡ് വാല്യൂസ്, സ്റ്റാൻഡേർഡ്സ് ആൻഡ് റൂൾസ് that are required to regulate behaviors are the factors that has an impact on individuals' distress and deviant behavior. അനോമി തിയറിയിൽ പറയുന്നത്, തിയറി എക്സ്പ്ലെയിൻസ് ഹൗ ദ സോഷ്യൽ കണ്ടീഷൻസ് ഇൻഫ്ലുവൻസസ് ഡീവിയന്റ് ബിഹേവിയേഴ്സ് ആൻഡ് ക്രൈം ആക്ടിവിറ്റീസ്. എങ്ങനെയാണ് ഡീവിയന്റ് ബിഹേവിയേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് സോഷ്യൽ കണ്ടീഷൻസ്, അതുപോലെ ക്രൈം ആക്ടിവിറ്റീസ്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള അവിടെ ഒരു റൂൾസ് ഇല്ല, റെഗുലേഷൻസ് ഇല്ല, ലോസ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ടോട്ടലായിട്ടും ഒരു ഓപ്പൺ എൻവയോൺമെന്റ് അവിടെ വരുമ്പോൾ അവിടെ ഡീവിയന്റ് ആയിട്ടുള്ള ബിഹേവിയേഴ്സിന്റെ അതുപോലെ ക്രൈം ആക്ടിവിറ്റീസിന്റെ പോസിബിലിറ്റീസ് കൂടാനാണ് സാധ്യത പറയുന്നത്. സോ അനോമി ക്യാൻ therefore be said as a condition of instability ആണ്, and it resulting from a breakdown of standards and values or from a lack of purpose or ideas from among the individuals. So it can lead to distortions of belief system and isolation of individuals from their communities or societies.
സോ ഇറ്റ് ഈസ് എ തിയറി ദാറ്റ് ഹാസ് ഇംപ്ലിക്കേഷൻസ് ഇൻ അണ്ടർസ്റ്റാൻഡിങ്. അപ്പം എങ്ങനെയാണ് ക്രിമിനൽ ടെൻഡൻസീസ് വരുന്നത് ആളുകളിൽ, എങ്ങനെയാണ് ഡീവിയൻ്റ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് വരുന്നത്, കൃത്യമായിട്ടുള്ള റൂൾസ് റെഗുലേഷൻസ് അവർക്ക് ലോസ് ഇല്ല, അല്ലെങ്കിൽ അവർക്ക് അതുപോലെ തന്നെ ഉള്ള പണിഷ്മെന്റ്സ് കൊടുക്കുന്നില്ല എന്ന് ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഡീവിയൻ ബിഹേവിയേഴ്സും ക്രിമിനൽ ടെൻഡൻസീസും ആളുകളിൽ വർദ്ധിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. സോ അതാണ് അനോമി തിയറി പറയുന്നത്. സോ ഇതിനകത്ത് നമ്മൾ 4 തിയറീസ് വന്നു. ഒന്ന് കോഗ്നിറ്റീവ് ഡിസണൻസ് തിയറി പറഞ്ഞു, അതിനുശേഷം നമ്മൾ സോഷ്യൽ ലേണിംഗ് തിയറിയാണ് പറഞ്ഞത്, ദെൻ ഗ്രൂപ്പ് തിങ്ക് തിയറി പറഞ്ഞു, ലാസ്റ്റ് അനോമി തിയറി പറഞ്ഞു. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കവർ ചെയ്തത്. അടുത്ത യൂണിറ്റിലേക്ക് പോവാം. അടുത്ത യൂണിറ്റ് നോളജ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജി. അപ്പം ഇതിൽ ആറ്റിറ്റ്യൂഡിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നുണ്ട്, ദെൻ നോംസിനെ പറ്റി പറയുന്നുണ്ട്, സോഷ്യലൈസേഷനെ പറ്റിയിട്ട് പറയുന്നുണ്ട്, ദെൻ ഗ്രൂപ്പിനെ പറ്റിയിട്ടും പറയുന്നുണ്ട്. സോ എന്താണ് ആറ്റിറ്റ്യൂഡ്? സോ യൂണിറ്റ് 4 ആറ്റിറ്റ്യൂഡ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ചേഞ്ചിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സോ അതിൽ ഇൻട്രൊഡക്ഷൻ പറയാം. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എന്താണ്? മനോഭാവം. അപ്പം എനിക്ക് രോഹനെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ എനിക്ക് ഡോഗ്സിനെ പെറ്റായിട്ട് വെക്കുന്നതിനോട് പോസിറ്റീവായിട്ടുള്ള ഫീലിംഗ് ഇല്ല, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഫീലിംഗ് ഇല്ല. ആനന്ദ് എൻ്റെ ഒരു സഹപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ആനന്ദിന് എന്തോ ആറ്റിറ്റ്യൂഡ് പ്രോബ്ലം ഉണ്ട്. ഞാൻ എപ്പോഴും ക്യാപിറ്റൽ പണിഷ്മെന്റിനെ ഫേവർ ചെയ്യും. സെക്ഷൽ ഒഫൻസസിന് വേണ്ടിയിട്ടുള്ള ക്യാപിറ്റൽ പണിഷ്മെന്റ്സ് എനിക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ എനിക്ക് അതിനോട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് ഉള്ളത്. ഓക്കെ, സോ എന്താണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഒരു മനോഭാവമാണ്. മനോഭാവം എന്നാണ് ആ വാക്കിന്റെ മലയാളം മീനിങ് വരുന്നത്. സോ ഈ ഗോർഡൻ ആൽപോർട്ടാണ് ഫസ്റ്റ് ഇതിനകത്ത് ഒരു ഡെഫിനിഷൻ കൊടുത്തത്. ഹി ഡിഫൈൻഡ് ആറ്റിറ്റ്യൂഡ് ആസ് മെന്റൽ ആൻഡ് ന്യൂറൽ സ്റ്റേറ്റ് ഓഫ് റെഡിനെസ്. അപ്പൊ ആ മനോഭാവത്തിനനുസരിച്ച് എൻ്റെ പെരുമാറ്റങ്ങൾ വരും. ആ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിനോട്, ഒരു വസ്തുവിനോട് അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിനോട് എന്താണോ എൻ്റെ റെസ്പോൺസ് എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് നോക്കുന്നത്. ആ റെസ്പോൺസിന്റെ കാരണം എനിക്ക് ഇങ്ങനെ ഒരു മനോഭാവം ഉള്ളത് കൊണ്ടാണ്. സോ ആറ്റിറ്റ്യൂഡ്സ് ആർ അക്വയർഡ്. ആറ്റിറ്റ്യൂഡ് ഒരിക്കലും നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ കൂടെ വരുന്നതല്ല. നമ്മൾ ഓരോ എക്സ്പീരിയൻസിൽ നിന്ന്, നമ്മുടെ ഓരോ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നാണ് നമുക്ക് ഈ പറഞ്ഞ ആറ്റിറ്റ്യൂഡ് അക്വയർ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്നത്. So this indicates that the genesis of the attitude we form about various people, issues, events and situations lies in the experiences that we have in our families, neighborhood, peer group, workplace and larger society. അപ്പം ഞാൻ വളർന്നു വന്ന സാഹചര്യത്തിൽ എൻ്റെ ഫാമിലിയിൽ ഞാൻ കണ്ടുവന്നത് ഇങ്ങനെയാണ്. അതനുസരിച്ചിട്ടാണ് എനിക്ക് ഈ ഒരു കാര്യത്തോട് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായത്. ദെൻ എൻ്റെ നൈബർഹുഡിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചിട്ടാണ് എനിക്ക് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായത്. എൻ്റെ പിയേഴ്സ് ഇങ്ങനെ പ്രഷർ ചെയ്തിട്ടാണ് എനിക്ക് ആ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഫീലിംഗ് അവിടെ വന്നത്. ഓക്കെ, സോ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അക്വയർഡ് ആൻഡ് ഇറ്റ് ഇസ് ഓർഗനൈസ്ഡ് ത്രൂ അവർ എക്സ്പീരിയൻസ്. ഇനി ആറ്റിറ്റ്യൂഡിന്റെ സ്ട്രക്ചർ നോക്കാം. ആറ്റിറ്റ്യൂഡിൽ നമ്മൾ പറയുന്നത് 3 ഇന്റർ റിലേറ്റഡ് കമ്പോണൻസ് ഉണ്ട് ആറ്റിറ്റ്യൂഡിൽ എന്നാണ് പറയുന്നത്. അതിനകത്ത് 1 കോഗ്നിറ്റീവ് കമ്പോണന്റ്, 2 അഫക്റ്റീവ് കമ്പോണന്റ് ആൻഡ് 3 ബിഹേവിയറൽ കമ്പോണന്റ്. കോഗ്നിറ്റീവ് കമ്പോണന്റ് എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്നു സ്പൈഡേഴ്സ് ഡേഞ്ചറസ് ആണ്, 8 കാലി ഡേഞ്ചറസ് ആണ്, അപകടകാരിയാണ്. അത് എൻ്റെ ഒരു ബിലീഫാണ്. സോ അവിടെ ഒരു കോഗ്നിറ്റീവ് കമ്പോണന്റ് വന്നു. ഇനി ഈ ബിലീഫ് അനുസരിച്ച് എനിക്കുണ്ടാവുന്നതാണ് ഫീലിംഗ്. അതുകൊണ്ട് തന്നെ എനിക്ക് സ്പൈഡേഴ്സിനെ പേടിയാണ്. പേടി എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഫീലിംഗ് ആണ് വരുന്നത്. സ്പൈഡേഴ്സ് ഡേഞ്ചറസ് ആണെന്നുള്ളത് എൻ്റെ ബിലീഫാണ്. ആ ബിലീഫിനനുസരിച്ച് എനിക്ക് സ്പൈഡേഴ്സിനെ പേടിയാണ്. അപ്പോൾ അടുത്തത് ഒരു ബിഹേവിയറൽ കമ്പോണന്റ് ആണ്. അപ്പോൾ എനിക്ക് ഡേഞ്ചറസ് ആണെന്ന് അറിയാം, അതനുസരിച്ച് എനിക്ക് പേടിയുണ്ട്. അപ്പം എവിടെ സ്പൈഡേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ ആ സ്പൈഡർ ഉള്ള സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ സ്ക്രീം ചെയ്യും. ഒരെണ്ണത്തിനെ കണ്ടാൽ ഞാൻ അവിടെ അലറും. ഓക്കെ, അപ്പം ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ there are 3 components: cognitive component, affective component and behavioral component. ഇങ്ങനെ 3 components ആണ് ഉള്ളത്. So if a person has a negative attitude, for example, അടുത്ത എക്സാമ്പിൾ നോക്കുക. If a person has a negative attitude towards polythene ബാഗ്സിനോട് എനിക്കൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണെന്നുണ്ടെങ്കിൽ, he or she will search for information supporting his or her view. അപ്പം എൻ്റെ ആ ഒരു തോട്ടിനെ, അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻഫർമേഷനെ കളക്ട് ചെയ്യും. He or she will dislike consumer goods that are packaged in polythene bags.
അത്തരത്തിലുള്ള കവറിൽ ഇട്ടിരിക്കുന്ന സാധനങ്ങൾ ഞാൻ താല്പര്യപ്പെടില്ല. Furthermore, he or she or himself or herself will not use polythene bags ഉപയോഗിക്കില്ല. അപ്പോൾ അതാണ് ബിഹേവിയറൽ കമ്പോണന്റ്. സോ ദിസ് വേ ആറ്റിറ്റ്യൂഡ് സ്ട്രക്ചർ റിമെയിൻസ് കൺസിസ്റ്റന്റ്. അപ്പോൾ എന്താണ് എൻ്റെ ചിന്ത, എൻ്റെ ചിന്തയനുസരിച്ചിട്ട് എൻ്റെ ഒരു ഫീലിങ്സ് വരുന്നു, ആ ഫീലിങ്സ് അനുസരിച്ചിട്ട് എൻ്റെ ബിഹേവിയേഴ്സ് വരുന്നു. ഇത് കറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ ദർ ഇസ് നോ കോഗ്നിറ്റീവ് ഡിസണൻസ്. ഇതിൽ എവിടെയെങ്കിലും ഒരു ധാരണ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ ഒരു ഡിസണൻസിന്റെ പോസിബിലിറ്റിയും കാണാൻ സാധിക്കും. ഓക്കെ, സോ നൗ ടൈപ്സ് ഓഫ് ആറ്റിറ്റ്യൂഡ്. നമുക്ക് രണ്ട് രീതിയിലാണ് ആറ്റിറ്റ്യൂഡ് ഉള്ളത്. ഒന്ന് എക്സ്പ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡ്, രണ്ട് ഇംപ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡ്. ഇപ്പം ഒരു പെർട്ടിക്കുലർ ടൂത്ത് പേസ്റ്റിന്റെ, ഒരു പെർട്ടിക്കുലർ ബ്രാൻഡിന്റെ ടൂത്ത് പേസ്റ്റ് എനിക്കത് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ വാങ്ങിക്കും, അല്ലെങ്കിൽ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ വാങ്ങിക്കില്ല. അത് പുറമേക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും. So that is explicit attitude. We express our attitudes as per our wish. So such attitudes are known as explicit attitude. രണ്ട്, implicit attitude. Implicit attitude എന്ന് പറയുമ്പോൾ അത് എൻ്റെ ഉള്ളിലാണുള്ളത്. ലൈക്ക് എന്നെ പുറമേക്ക്, ഇറ്റ്സ് ബിലോ ദ ലെവൽ ഓഫ് അവയർനെസ് ആണ്. എനിക്ക് പോലും ചിലപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയിൽ നിന്നിട്ടല്ല നമ്മൾ ചെയ്യുക, ഒരു കോൺഷ്യസ് ലെവലിൽ ആയിരിക്കണമെന്നില്ല എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് വരിക. ഫോർ എക്സാമ്പിൾ, ഒരു ബാഡ് എക്സ്പീരിയൻസ് വിത്ത് ആൻ ഇൻസെക്ട് ആസ് എ ചൈൽഡ്. ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് ഒരു പ്രാവശ്യം എന്നെ ഒരു പ്രാണി കടിച്ചിട്ടുണ്ട്. ആ കടിച്ചതിനെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോൾ അത് എനിക്ക് ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ആൻഡ് വിൽ ഹാവ് എ നെഗറ്റീവ് ഇൻവോളണ്ടറി ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ഇൻസെക്ട് ഈവൻ ആസ് എൻ അഡൽട്ട്. അപ്പം അഡൽട്ട് ആയി കഴിഞ്ഞിട്ടും എനിക്ക് ആ ഒരു പെർട്ടിക്കുലർ ജീവിയോട് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഉള്ളത്, ഈവൻ ഇഫ് യു ക്ലെയിം ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് സോ. അപ്പം അങ്ങനെ അല്ലെങ്കിൽ പോലും അങ്ങനെ തന്നെ ആണ്. So men, women both good at business. മെന്നും വിമനും രണ്ടുപേരും ബിസിനസ്സിൽ നല്ലതാണ്. പക്ഷെ we strongly associate men without being actually aware of it. അപ്പൊ നമ്മൾ പക്ഷെ എപ്പോഴും മെന്നിനുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ അതായത് എൻ്റെ ഒരു ചിന്തയിൽ അല്ല എൻ്റെ ഒരു ഓർമ്മയിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ബിസിനസ് നല്ല ആണും പെണ്ണും രണ്ടുപേർക്കും ഒരുമിച്ച് നന്നായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുമെങ്കിലും ഞാൻ എപ്പോഴും എൻ്റെ ഉള്ളിലുള്ള ധാരണയിൽ മെന്നിനാണ് കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയാണ്. പക്ഷേ അതിനെക്കുറിച്ച് ഞാൻ അത്ര അവെയർ അല്ല. പുറമേക്ക് എനിക്കൊരു അവെയർനെസ് അത്രയും പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ അസോസിയേറ്റ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി മെന്നുമായിട്ടാണ്. ഓക്കെ, അതാണ് ഇംപ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. പക്ഷെ മറ്റത് നമുക്ക് ക്ലിയർ ആയിട്ട് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഞാൻ വാങ്ങിക്കുന്നു അല്ലെങ്കിൽ ഞാൻ വാങ്ങിക്കുന്നില്ല, അത്രയും ക്ലിയർ ആയിട്ടാണ് എക്സ്പ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡ് പറയുന്നത്. ഇംപ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡ് മിക്കവാറും ഒരു ഓട്ടോമാറ്റിക്കലി ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. അടുത്തത് ഫങ്ഷൻസ് ഓഫ് ആറ്റിറ്റ്യൂഡ്. എന്തിനാണ് നമ്മൾ മനോഭാവങ്ങൾ കൊണ്ട് നടക്കുന്നത്, എന്തിനാണ് നമുക്ക് ആ ഒരു മനോഭാവം കൊണ്ട് എന്താണ് നമുക്കൊരു മെച്ചം, അല്ലെങ്കിൽ അതിന്റെ ഫങ്ഷൻസ് എന്താണെന്നുള്ളത്. ഒന്ന് അഡാപ്റ്റീവ് ആൻഡ് ഇൻസ്ട്രുമെന്റൽ ഫങ്ഷൻ. അഡാപ്റ്റീവ് ആൻഡ് ഇൻസ്ട്രുമെന്റൽ ഫങ്ഷനിൽ പറയുന്നത് ഞാൻ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ ഞാൻ ചെയ്യുന്നതെങ്കിൽ, ഒരു ഒപ്പീനിയൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ഗുണം എന്നിൽ കാണാൻ എനിക്ക് കിട്ടും. സോ എ സ്റ്റുഡൻറ് ലേൺസ് ടു എക്സ്പ്രസ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സ്കൂൾ ഡിസിപ്ലിൻ. സ്കൂൾ ഡിസിപ്ലിനോട് ഞാൻ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നു. എന്തുകൊണ്ട്? വെൻ ഹി ഓർ ഷീ ഈസ് റിവാർഡഡ് ഫോർ ഡൂയിങ് സോ. ആ വ്യക്തി അതുപോലെ ചെയ്തപ്പോൾ ഡിസിപ്ലിൻഡ് ആയിട്ട് സ്കൂളിലേക്ക് വരുന്നത് കണ്ടപ്പോൾ അവർക്ക് റിവാർഡ് കിട്ടി. അതുപോലെ ഡിസിപ്ലിൻഡ് അല്ലാതെ സ്കൂളിലേക്ക് വന്ന സമയത്ത് എനിക്ക് പണിഷ്മെന്റും കിട്ടി. ഓക്കെ, അപ്പം എനിക്ക് ആ സിറ്റുവേഷനിൽ സ്കൂൾ ലൈഫിൽ ഞാൻ മുമ്പോട്ട് പോകണമെങ്കിൽ, അപ്പോൾ ആ ഒരു സ്കൂൾ ലൈഫിൽ ഞാൻ അഡാപ്റ്റ് ചെയ്ത് പോകണമെങ്കിൽ എനിക്ക് അവിടെ റീഇൻഫോഴ്സ്മെന്റും പണിഷ്മെന്റും മാറ്റർ ആണ്. അപ്പം അതനുസരിച്ചിട്ടായിരിക്കും എൻ്റെ ബിഹേവിയർ വരിക. അതാണ് അഡാപ്റ്റീവ് ആൻഡ് ഇൻസ്ട്രുമെന്റൽ ഫങ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് സെൽഫ് എക്സ്പ്രസീവ് ഫങ്ഷൻ. എനിക്ക് എന്നെ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആറ്റിറ്റ്യൂഡ്സ് കൊണ്ടു നടക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ചില ടീഷർട്സ് ഒക്കെ കാണാം, പെൺകുട്ടികളൊക്കെ ടീഷർട്സ് ഇടുമ്പോൾ അതിൻ്റെ ഒരു സ്ലോഗൻ അതിനകത്ത് കാണാൻ പറ്റും. ആ ടീഷർട്ടിൽ സ്ലോഗൻ ഉണ്ടെങ്കിൽ ആ സ്ലോഗൻ, ആ ഒരു ടീഷർട്ട് ഇടുന്നതിലൂടെ ഈ സ്ലോഗൻ എന്നെക്കുറിച്ചുള്ളൊരു ധാരണ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതോട് കൂടിയാണ് നടക്കുന്നത്. ഓക്കെ, അതുപോലെ ക്യാപ്പ് വെക്കുമ്പോൾ ക്യാപ്പിലും അത് ഏത് ടൈപ്പ് ക്യാപ്പാണ്, ഏത് രീതിയിൽ അല്ല, അതിനകത്തും സ്ലോഗൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് ഞാൻ പുറമേക്ക് എക്സ്പ്രസ് ചെയ്യാണ് ചെയ്യുന്നത്. അടുത്തത് ഈഗോ ഡിഫെൻസീവ് ഫങ്ഷൻ. സോ ഈഗോ ഡിഫെൻസീവ് ഫങ്ഷൻ ഓഫ് ആറ്റിറ്റ്യൂഡ് റെഫേഴ്സ് that we hold attitudes that protect our self esteem. എൻ്റെ സെൽഫ് എസ്റ്റീം എന്താണോ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് എൻ്റെ ഈഗോ, എൻ്റെ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുന്നത്.
So, for example, a player may protect his ego being hurt by defeat in an inter-school badminton match by developing a negative attitude towards match referee. I am not bothered. I am sick of rugby anyway. അപ്പോൾ നമ്മൾ പറയില്ലേ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറയുന്ന സംഭവമാണ് ഇതിനകത്ത് വരുന്നത്, ഈഗോ ഡിഫെൻസീവ് ഫംഗ്ഷൻ. അപ്പോൾ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാനത് മോശമായൊരു കാര്യം ആണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. ദെൻ എങ്ങനെയാണ് ഈ ആറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ മനോഭാവങ്ങൾ ഉണ്ടാവുന്നത്? അതിൽ ഫസ്റ്റ് വരുന്നത് മിയർ എക്സ്പോഷർ. എനിക്ക് സ്ഥിരമായിട്ട് കേൾക്കുന്ന പാട്ടായതുകൊണ്ട് എനിക്ക് ആ പാട്ടിനോട് ഒരു പ്രത്യേകതയുണ്ട്. ഓക്കെ, ഞാൻ സ്ഥിരമായി എന്നും ജോലിക്ക് പോകുന്ന സമയത്ത് ഞാൻ കാണുന്ന മുഖങ്ങൾ, അവരോട് എനിക്കൊരു പ്രത്യേകതയുണ്ട് ദാൻ ഒരിക്കലും ഞാൻ കാണാത്ത ആളുകളെ വെച്ച് നോക്കുന്നു. അപ്പോൾ സോ ഫെമിലിയർ, ഇപ്പം എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു ആള് ആണെങ്കിൽ അവരെ എപ്പോഴും കണ്ടുകൊണ്ടിരുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു നെഗറ്റീവ് ഇമോഷൻ കൂട്ടാനും സാധ്യതയുണ്ട്. അതാണ് മിയർ എക്സ്പോഷറിൽ പറയുന്നത്. അടുത്തത് പേഴ്സണൽ എക്സ്പീരിയൻസ്. എനിക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് അറ്റോമിക് ബോംബിങ്ങിനെ പറ്റിയിട്ട്. അങ്ങനെ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ ഉണ്ടാവുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും ടുവേർഡ്സ് വെപ്പൺസ്. അത്രയും ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ആ ഒരു ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്ക് വരണം എന്നില്ല. സോ ദാറ്റ് ഈസ് പേഴ്സണൽ എക്സ്പീരിയൻസ്. അടുത്തത് ക്ലാസിക്കൽ കണ്ടീഷനിങ്. ക്ലാസിക്കൽ കണ്ടീഷനിൽ പറയുന്നത് എനിക്ക് വളരെ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സ്റ്റിമുലസ് ആയിരുന്നു, പക്ഷെ അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു അൺകണ്ടീഷൻഡ് ആയിട്ടുള്ള സ്റ്റിമുലസ് വന്നപ്പോൾ എനിക്ക് അതനുസരിച്ചുള്ളൊരു അൺകണ്ടീഷൻ അല്ലെങ്കിൽ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് അവിടെ സംഭവിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ സെലിബ്രിറ്റീസിനെ വെച്ചിട്ടുള്ള ആഡ്സ്. അപ്പം എനിക്ക് അവിടെ പ്രത്യേകിച്ച് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല ആ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഡ്രസ്സ് വാങ്ങിക്കണം എന്ന്, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഒരു ഇപ്പൊ എനിക്ക് ഇഷ്ടമുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഡ്രസ്സ് അവരിട്ടതുപോലെ ഉള്ളൊരു ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചത്. അല്ലെങ്കിൽ അവർ യൂസ് ചെയ്ത പോലെ ഒരു പെൻ ഞാൻ വാങ്ങിക്കാൻ കാരണം അത്രയും വിലപിടിപ്പുള്ളൊരു പെന്ന് ഞാൻ വാങ്ങിക്കില്ല എന്ന് വിചാരിച്ചാണ്. പക്ഷെ എനിക്ക് അത്രയും താല്പര്യമുള്ള ഒരു വ്യക്തി ചെയ്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ പെൻ വാങ്ങിച്ചത്. ഓക്കെ, സോ അതാണ് ആ ഒരു അഡ്വർടൈസ്മെന്റ് ഒരു ഇമ്പാക്റ്റ് ആണ് അതിനകത്ത് പറയുന്നത്. ഓക്കെ, ദെൻ അതിന്റെ ക്ലാസിക്കൽ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് ലിറ്റിൽ ആൽബർട്ടിന്റെ ഒക്കെ എക്സ്പെരിമെന്റ്സ് ഉണ്ട്. ലിറ്റിൽ ആൽബർട്ടിന്റെ എക്സ്പെരിമെന്റിൽ ആ ഒരു എലിയാണ് വരുന്നത്. അപ്പൊ എലി വളരെ ഒരുപാട് ഫെറൊക്കെ ഉള്ളൊരു എലിയാണ്. ആ എലി ആദ്യം ആൽബർട്ടിന്റെ അടുത്തേക്ക് വരുമ്പം ആൽബർട്ടിന് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല, ഒരു വളരെ നാച്ചുറൽ അല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സ്റ്റിമുലസ് ആണ്. പക്ഷെ ഈ എലി വരുന്ന സമയത്ത് അവിടെ സൈഡില് ഒരു ഹാമർ വെച്ചിട്ട് ഒരു ബോക്സിലേക്ക് ഭയങ്കരമായിട്ട് അടിക്കുന്ന ഒരു ശബ്ദം കേൾക്കുകയാണ്. അപ്പൊ ശബ്ദത്തിനോട് കുട്ടിക്ക് പേടിയായതുകൊണ്ട്, ആൽബർട്ട് വളരെ 11 മാസമുള്ള ഒരു കുട്ടിയാണ്, അപ്പം ആൽബർട്ട് ഈ ശബ്ദത്തിനോട് പേടിയായതുകൊണ്ട് ഈ ശബ്ദം ഈ എലിയും ഇത് രണ്ടും കൂടി അസോസിയേറ്റ് ചെയ്തിട്ട് പിന്നെ ആൽബർട്ടിന് ഈ എലിയെ കാണുമ്പോൾ പേടി വരികയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് ആൽബർട്ടിന് ഈ എലിയോട് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് വന്നത്. അപ്പൊ ആദ്യമേ വളരെ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള സ്റ്റിമുലസ് ആയിരുന്നു. അപ്പൊ എന്താണോ നമ്മൾ അവരിലേക്ക് ഇൻജെക്ട് ചെയ്യുന്നത് അതനുസരിച്ച് അവരുടെ ആ ഒരു ബിഹേവിയറിൽ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ചസ് വരും എന്നാണ് പറയാം. എസ്പെഷ്യലി നമ്മൾ പാരന്റിങ്ങിലൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, കുട്ടികളിൽ നമ്മൾ വളരെ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സ്റ്റിമുലസിനെ നമ്മൾ പറഞ്ഞ് അതിനോട് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പക്ഷെ നമ്മൾ അതിൽ നിന്ന് മാറിയാൽ പോലും കുട്ടികൾക്ക് അതിൽ നിന്ന് മാറാനായിട്ട് സാധിക്കില്ല. നെക്സ്റ്റ് ഈസ് ഓപ്പറന്റ് കണ്ടീഷൻ. ഓപ്പറന്റ് കണ്ടീഷനിൽ നമ്മൾ കോൺസിക്വൻസസ് അനുസരിച്ച് കുട്ടികൾ പഠിക്കുന്നതാണ് ഓപ്പറന്റ് കണ്ടീഷനിൽ നമ്മൾ പറയുന്നത്. റെസ്പോൺസസ് അപ്പൊ സ്ട്രെങ്തൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അക്വയർ ചെയ്യുന്നത് എല്ലാം ഈ കോൺസിക്വൻസസ് നല്ലതാണോ മോശമാണോ എന്ന് നോക്കിയിട്ടാണെന്ന് മനസ്സിലാക്കുക. അടുത്തത് ഒബ്സർവേഷൻ ലേണിംഗ്. നമ്മൾ മറ്റുള്ളവരെ കണ്ട് പഠിക്കുന്നതാണ് ഒബ്സർവേഷൻ ലേണിംഗ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ അങ്ങനെയും ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യും. സോ ഇവിടെ എനിക്കിപ്പോൾ ഒരു പെർട്ടിക്കുലർ എത്നിക് ഗ്രൂപ്പിനോട് എനിക്ക് താല്പര്യം വരുന്നു, അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഒരു സോഷ്യൽ ഇഷ്യൂയോട് എനിക്ക് താല്പര്യം വരാൻ കാരണം ഞാൻ ഒബ്സർവ് ചെയ്യാണ് എൻ്റെ പേരൻസിനോ എൻ്റെ പിയേഴ്സ് അവർക്ക് അതേപോലെ തന്നെ ആറ്റിറ്റ്യൂഡ് അവർ കാണിക്കുന്നു. അപ്പം അതുപോലെ തന്നെ ഞാനും കാണിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. സോ ഒബ്സർവേഷൻ ലേണിംഗ്. അടുത്തത് ജെനറ്റിക് ഫാക്ടേഴ്സ്. ജെനറ്റിക് ആയിട്ട് എൻ്റെ ഉള്ളിൽ അതുണ്ട്, ഒരു പുറമേക്ക് ആ ഒരു ബിഹേവിയർ കാണിക്കുന്നത്. അതിന് ഒരുപാട് റിസർച്ചസ് നടത്തിയിരുന്നു. ഇപ്പോൾ ടെസറിന്റെ റിസർച്ചിൽ പറയുന്നത് there was more similarity of attitude among identical twins than those of fraternal twins. Fraternal twins കമ്പയർ ചെയ്യുമ്പോൾ ഐഡന്റിക്കൽ ട്വിൻസിനാണ് ഒരേപോലത്തെ ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നത്. ഓക്കെ, ദെൻ
ആറ്റിറ്റ്യൂഡും ബിഹേവിയറും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നോക്കുന്നത്. ആറ്റിറ്റ്യൂഡ് സ്പെസിഫിസിറ്റി. ഫോർ എക്സാമ്പിൾ, ഇപ്പം എനിക്ക് എന്താണ് നിനക്ക് റിലീജിയനെ കുറിച്ചിട്ടുള്ള നിന്റെ ഒരു ഫീലിംഗ് എന്താണ് എന്ന് ചോദിക്കുന്നതിനേക്കാൾ എല്ലാ സൺഡേയും നീ മാസ് അറ്റൻഡ് ചെയ്യാൻ പോവാറുണ്ടോ എന്ന് ചോദിക്കുമ്പം ആ ആറ്റിറ്റ്യൂഡ് സ്പെസിഫിക് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആറ്റിറ്റ്യൂഡും ബിഹേവിയറും. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡിനനുസരിച്ചുള്ള അവരുടെ ബിഹേവിയർ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദെൻ ആറ്റിറ്റ്യൂഡ് ആക്സസിബിലിറ്റി. അതായത് സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ എന്താണ് സ്മോക്ക് ചെയ്യാനുള്ള റീസൺ എന്ന് ചോദിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ആ സ്മോക്കിംഗ് ബിഹേവിയറിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ആ സ്മോക്കിംഗ് ബിഹേവിയറിലേക്ക് എങ്ങനെയാണ് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ ആ റീസൺസ് എന്തൊക്കെയാണ് ഇവർ പറയുന്നത് നോക്കിയിട്ട് അതിനോടുള്ള ആക്സസിബിലിറ്റി നോക്കിയിട്ടാണ് നമ്മളത് മനസ്സിലാക്കുക. ദെൻ അടുത്തത് സെൽഫ് അവെയർനെസ്. സെൽഫ് അവെയർനെസ് നമുക്ക് രണ്ട് രീതിയിലുണ്ട്. സ്വച്ഛ് ഭാരത്, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പ്രൈവറ്റ് സെൽഫ് അവെയർനെസ്, ഓക്കെ, നോട്ട് ലിറ്ററിങ്. പക്ഷേ ഒരു പബ്ലിക്കിലേക്ക് പോകുമ്പോൾ, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ പോകുമ്പോൾ ഇവർ ഇത് തന്നെ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ അതാണ് സെൽഫ് അവെയർനെസ്. സോ ഇറ്റ് ഈസ് സജസ്റ്റഡ് ദാറ്റ് പീപ്പിൾ ഹോൾഡിംഗ് പ്രൈവറ്റ് സെൽഫ് അവെയർനെസ് ആക്ട് കൺസിസ്റ്റന്റ് വിത്ത് ദെയർ ഓൺ ആറ്റിറ്റ്യൂഡ്. വേറസ് പീപ്പിൾ ഹോൾഡിംഗ് പബ്ലിക് സെൽഫ് അവെയർനെസ്, പബ്ലിക് സെൽഫ് അവെയർനെസ് ഉള്ള വ്യക്തികൾ എന്ന് പറയുമ്പോൾ അവർ ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ മറ്റുള്ളവർ പബ്ലിക്കിൽ ഇരിക്കുന്ന സമയത്ത് മാത്രമാണ് അവർ ലിറ്റർ ചെയ്യാത്തത്, അല്ലാത്ത സമയത്ത് അവർ ചെയ്തെന്നിരിക്കാം. അപ്പം അങ്ങനെ വരുമ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇൻകൺസിസ്റ്റൻസി സംഭവിക്കാം. ആ സമയം നമ്മളൊരു പ്രൈവറ്റ് സെൽഫ് അവെയർനെസ് ഹോൾഡ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആറ്റിറ്റ്യൂഡിൽ ഒരു ഇൻകൺസിസ്റ്റൻസി ഫീൽ ചെയ്യില്ല. ദെൻ അടുത്തത് ആറ്റിറ്റ്യൂഡ് സെർട്ടനിറ്റി. ആറ്റിറ്റ്യൂഡ് എപ്പോഴാണ് നമ്മൾ സെർട്ടൺ ആവുന്നതെന്ന് പറയുമ്പോൾ എക്സ്പേർട്ട് ഒപ്പീനിയൻസ് വരുമ്പോഴും അതുപോലെ പിയറിൻ്റെ സപ്പോർട്ട് വരുമ്പോഴും നമുക്ക് എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ആറ്റിറ്റ്യൂഡ് സെർട്ടൺ ആയിട്ട് നമ്മൾ കൊണ്ടുപോകണം. ദെൻ ആറ്റിറ്റ്യൂഡ് സ്ട്രെങ്ത്. ആറ്റിറ്റ്യൂഡ് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് റീസൈക്ലിംഗ്, അത് എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ എത്രത്തോളം റീസൈക്ലിംഗ് പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ദെൻ ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ്. അപ്പോൾ പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ്സിനോടുള്ള എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വോട്ടിംഗ് ബിഹേവിയർ, ആ ഒരു പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ്സിനോടുള്ള എൻ്റെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ ഒരു പൊളിറ്റിക്കൽ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത്. അപ്പോൾ ഇതുവഴി നമുക്ക് ആറ്റിറ്റ്യൂഡിൻ്റെ സ്ട്രെങ്ത് തിരിച്ചറിയാൻ സാധിക്കും. ദെൻ ആറ്റിറ്റ്യൂഡും ഒപ്പീനിയനും ബിലീഫും തമ്മിലുള്ള ഡിഫറൻസസ് ആണ്. അപ്പം ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ അതൊരു ഇറ്റ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ആസ് എ സെറ്റ് ഓഫ് ഇമോഷൻസ്, ബിലീഫ്സ് ആൻഡ് ബിഹേവിയേഴ്സ്. അതേസമയം ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ അവിടെ ഇൻഡിവിജ്വലിൻ്റെ ഒരു പെർസ്പെക്റ്റീവ്. ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു അഭിപ്രായം എന്നാണ് നമ്മൾ പറയാം. ബിലീഫ് എന്ന് പറയുമ്പോൾ നമ്മളൊരു വിശ്വാസം എന്നാണ് പറയാം. അപ്പം ഇതാണ് ഇത് മൂന്നും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമ്മൾ പറഞ്ഞാൽ. അടുത്തത് നോംസ് ആണ്. നോംസ് ആൻഡ് നോം ഫോർമേഷൻ. നോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാനദണ്ഡമാണ് നോംസ് എന്ന് പറയുന്നത്. അപ്പം അത് ഒരു ഷെയർഡ് ബിലീഫാണ്. എനിക്ക് ഒറ്റയ്ക്ക് ഞാൻ ഉണ്ടാക്കുന്നതല്ല മാനദണ്ഡം. അത് എനിക്ക് ആ മാനദണ്ഡം വരണമെങ്കിൽ ഒരുപാട് പേരുടെ ബിലീഫ്സ് അല്ലെങ്കിൽ ബിഹേവിയേഴ്സ് അവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് ആർ അക്സെപ്റ്റബിൾ ആൻഡ് പോസസ്ഡ് വിതിൻ ദ സൊസൈറ്റി. ആ പെർട്ടിക്കുലർ സൊസൈറ്റിയിൽ ജീവിക്കുന്ന സമയത്ത് ഈ നോംസ് എല്ലാവരും ഒരേപോലെ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ these norms regulate individuals' behavior. അപ്പോൾ ഇൻഡിവിജ്വൽസിന്റെ ബിഹേവിയേഴ്സ് റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഈ നോംസ് സഹായിക്കും. ഓക്കെ, ആൻഡ് ഷേപ്പ് their interest and provide the details of their expected behavior within a society. അപ്പോൾ ഒരു സൊസൈറ്റിയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളുടെ ബിഹേവിയേഴ്സിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള നോംസ് ആണ്. ആൻഡ് നോം ഫോർമേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ നോം വരുന്നത്? അപ്പോൾ ഒരു സൊസൈറ്റിയിലുള്ള എല്ലാ ആളുകളും ഒരേപോലെ അതിലേക്ക് എത്തുന്ന ഒരവസ്ഥയാണ് നമുക്ക്, അതിൽ വഴിയാണ് നമുക്ക് ആ നോം ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോം ചെയ്യുന്നത്. സോ നോം ഫോർമേഷൻ റെഫേഴ്സ് ടു ദ phenomenon in which various members of a society reach to a consensus or conform in a socially ambiguous setting. അപ്പോൾ സോഷ്യലി ആംബിഗ്വസ് ആയിട്ടുള്ള ഒരു സെറ്റിംഗ് ആണെങ്കിൽ ആ ഒരു സൊസൈറ്റി എത്തിച്ചേരുകയാണ് ആ ഒരു കൺസെൻസസിലേക്ക്, ഒരു കൺഫേമിലേക്ക്. അതിനെയാണ് നമ്മൾ നോം ഫോർമേഷൻ എന്ന് പറയുന്നത്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് നോം ഫോർമേഷൻ. എങ്ങനെയാണ് നോംസ് ഫോം ചെയ്യുന്നത്? ഒന്ന് കമ്മ്യൂണിറ്റി പോളിസീസ്. അതായത് ഒരു പെർട്ടിക്കുലർ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ സർവൈവ് ചെയ്യണമെങ്കിൽ അവിടെ പറയുന്ന റൂൾസ്, റെഗുലേഷൻസ് അല്ലെങ്കിൽ നോംസ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കും. ഓക്കെ, ഇല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റി നമ്മളെ പണിഷ് ചെയ്തിരിക്കും. അപ്പോൾ അതാണ് ഇപ്പോൾ അനോമി തിയറിയിൽ പറയുന്നത്. അതാണ് അവിടെ കറക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ലെങ്കിൽ നമ്മൾ ഏത് രീതിയിൽ വേണമെങ്കിലും ഡീവിയൻ ബിഹേവിയേഴ്സിലേക്ക് പോകാം. അപ്പോൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള നോംസ് ഫോം ചെയ്യുന്നത്.
അപ്പോൾ നോംസ് ഫോം ചെയ്യുമ്പോൾ അതിനകത്ത് കമ്മ്യൂണിറ്റി കൃത്യമായ പോളിസീസ് ഉണ്ട്. അടുത്തത് കോപ്പറേഷൻ ഉണ്ടാവണം. നോംസ് നമ്മൾ ഫോം ചെയ്യുമ്പം ആ മെമ്പേഴ്സ് തമ്മിൽ കറക്റ്റ് ആയിട്ടുള്ളൊരു കോപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു റൂൾ അല്ലെങ്കിൽ നോംസ് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പുകാർ ഇത് പറയും, മറ്റുള്ളവരെ എതിർത്ത് നിൽക്കുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോപ്പറേഷൻ ഇല്ലെങ്കിൽ നമുക്ക് നോംസ് ഫോം ചെയ്യാൻ സാധിക്കില്ല. ദെൻ സോഷ്യൽ ലേണിംഗ്, നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ട് നമ്മൾ പഠിക്കുന്നു, സോഷ്യൽ ലേണിംഗ്. അങ്ങനെ നമുക്ക് നോംസ് ഫോം ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഈസ് ലേൺ ഓൺ ദ ബേസിസ് ഓഫ് ഒബ്സർവേഷൻ ഫ്രം ദ സൊസൈറ്റി. മറ്റ് സൊസൈറ്റീസിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളുടെ തന്നെ പൂർവികരെ വെച്ച് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടാണ് ഇപ്പോഴും ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അവിടെ നിലനിൽക്കുന്നത്. ദെൻ അടുത്തത് ഇൻഡിവിജ്വൽ ആണ്. നമ്മുടെ ഒരു സെൽഫ് എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ നോംസ് ഫോം ചെയ്യും. അടുത്തത് സോഷ്യലൈസേഷൻ ആണ്. സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പ്രോസസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വിച്ച് ആൻ ഇൻഡിവിജ്വൽ ലേൺസ് ടു അഡ്ജസ്റ്റ്. സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു അഡാപ്റ്റേഷൻ ആണ് നമ്മൾ കാണാൻ പറ്റുന്നത്. ആൻഡ് ആ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ടുവേർഡ്സ് എ ഗ്രൂപ്പ്. അതുപോലെ ഗ്രൂപ്പ് എന്താണോ പറയുന്നത് ആ ഒരു ബിഹേവിയർ പാറ്റേണിലേക്ക് നമ്മൾ എത്തുകയാണ് ചെയ്യുന്നത്. അതാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് റെപ്രസെന്റ്സ് എ ലേണിംഗ് പ്രോസസ് ദാറ്റ് ടേക്സ് പ്ലേസ് ത്രൂ ഔട്ട് ദ ലൈഫ് സ്പാൻ and significantly influences the behavior, beliefs and actions of adults as well as children. Okay. ഇനി വാട്ട് ആർ ദ മേജർ ഏജൻസ് ഓഫ് സോഷ്യലൈസേഷൻ? എങ്ങനെയാണ് നമ്മൾ ഈ സോഷ്യലൈസേഷൻ പഠിക്കുന്നത്? ഒന്ന്, ഫാമിലി മെമ്പേഴ്സ്. ഓക്കെ, ദ മെമ്പേഴ്സ് ഓഫ് ഫാമിലി ടുഗെദർ കോൺട്രിബ്യൂട്ട് ടുവേർഡ്സ് ഡിറ്റർമിനിങ് വൺസ് ആറ്റിറ്റ്യൂഡ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് പ്രൊഫഷണൽ ഗോൾസ് ഫോർ ദം. അടുത്തത് സ്കൂൾസ് ആൻഡ് എഡ്യൂക്കേഷൻ. അപ്പം അവിടെ സോഷ്യലൈസിങ് ഗ്രൂപ്പ്സ് വരുമ്പം അതുവഴി കുട്ടികൾ സ്കിൽസ് പഠിക്കുകയാണ്, എങ്ങനെയാണ് സോഷ്യലൈസേഷൻ ചെയ്യുക എന്നുള്ള സ്കിൽസ് അവർ ഗെയിൻ ചെയ്യുകയാണ്. ദെൻ അടുത്തത് പിയർ ഗ്രൂപ്പ്, സ്റ്റുഡൻസിൻ്റെ കോളേജ് ക്ലാസ്, അവരുടെ പെരുമാറ്റങ്ങൾ നമ്മൾ കണ്ടിട്ട് അതുവഴി നമ്മൾ സോഷ്യലൈസേഷൻ പഠിക്കുന്നു. ദെൻ അടുത്തത് മാസ് മീഡിയയിൽ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ആ ഒരു ഹ്യൂമൻ ബിഹേവിയർ ഫോം ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം മാസ് മീഡിയ എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നുണ്ട്. So apart from the above mentioned points, religion, culture, workplace norms and country norms, ഇതെല്ലാം സോഷ്യലൈസേഷന് സഹായിക്കുന്ന ഫാക്ടേഴ്സ് ആണ്. ദെൻ അടുത്തത് ഗ്രൂപ്പ്സ് ആണ്. എന്താണ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു കളക്ഷൻ ഓഫ് പീപ്പിൾ ഉണ്ടാവും. ആൻഡ് അവർക്ക് ഒരു കൊഹറൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആയിരിക്കും. അവർക്ക് എല്ലാവർക്കും ഒരു കോമൺ മോട്ടീവ്സ് ഉണ്ടാവും. അവർ ഇന്ററാക്ട് ചെയ്യുന്നവരായിരിക്കും, ഇന്റർ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ആൻഡ് റൂൾസും റോൾസും എല്ലാം ഈ ഗ്രൂപ്പിൽ വരുന്നുണ്ട്. എന്തിനാണ് നമ്മൾ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്? നമ്മൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾക്ക് ഒരു സൊസൈറ്റിയിൽ ഒരു വേണ്ട രീതിയിൽ ഒരു സെക്യൂരിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ട്, നമ്മൾക്കൊരു ഈഗോ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു നോംസ് പോലെയാണ് നമ്മുടെ ഈ ഗ്രൂപ്പ് നമ്മൾ കാണുന്നത്. ദെൻ ഗ്രൂപ്പ് പ്രോസസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നത് ഒന്ന് സോഷ്യൽ ഫെസിലിറ്റേഷൻ. ഗ്രൂപ്പിൽ വരുന്ന ഒരു പ്രോസസ്സാണ് സോഷ്യൽ ഫെസിലിറ്റേഷൻ. അതായത് ഗ്രൂപ്പിലെ ആളുകളുടെ പ്രസൻസിൽ നിന്നുകൊണ്ട് എൻ്റെ പേഴ്സണൽ പെർഫോമൻസ് നന്നായ നമ്മൾ പറയും ആ ഒരു ഗ്രൂപ്പ് എന്നെ ഫെസിലിറ്റേറ്റ് ചെയ്തത് കൊണ്ടാണ് എനിക്ക് ആ മെച്ചം ഉണ്ടായത്. അപ്പം മറ്റുള്ളവരുടെ പ്രസൻസ് ഇംപ്രൂവ് ചെയ്യാണ്. ഓക്കെ, മറ്റുള്ളവരുടെ പ്രസൻസ് കൊണ്ട് എൻ്റെ ബിഹേവിയർ ഇംപ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് സോഷ്യൽ ഫെസിലിറ്റേഷൻ എന്ന് പറയുന്നു. അടുത്തത് സോഷ്യൽ ലോഫിംഗ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ പ്രസൻസ് കൊണ്ട് എൻ്റെ പെർഫോമൻസ് റെഡ്യൂസ് ആവുകയാണ്. ഓക്കെ, അതാണ് സോഷ്യൽ ലോഫിംഗ് എന്ന് പറയുന്നത്. അപ്പം while working in a group, often motivation is reduced, resulting into reduced efforts. Reduced ആയിട്ടുള്ള ഒരു എഫേർട്ട് വരികയാണെങ്കിൽ അതിന് നമ്മൾ സോഷ്യൽ ലോഫിംഗ് എന്ന് പറയുന്നു. ദെൻ അടുത്തത് ഡി ഇൻഡിവിജ്വേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു സെൽഫ് അവെയർനെസ് ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഐഡന്റിറ്റി എന്താണെന്ന് മറ്റുള്ളവർക്ക് അറിയുന്നില്ലാത്തൊരവസ്ഥ വരികയാണ്. അതാണ് ഹൂലിഗാനിസത്തിലൊക്കെ ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ എന്താണ് എൻ്റെ ഒരു പേഴ്സണൽ ഐഡന്റിറ്റി ഇല്ലാതിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അതാണ് ഡി ഇൻഡിവിജ്വേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി, അതോടൊപ്പം എന്താണ് നോം, എങ്ങനെയാണ് നോം ഫങ്ഷൻ ചെയ്യാന്ന് പറഞ്ഞു. ദെൻ അടുത്തത് നമ്മൾ മനസ്സിലാക്കിയത്, അപ്പം ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 3 കമ്പോണൻസ് ഉണ്ട്. എങ്ങനെയാണ് ഈ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുന്നത്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ദ ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ, ദെൻ ഏതൊക്കെ രീതിയിൽ നമ്മൾ ആറ്റിറ്റ്യൂഡ് ഉണ്ട്, ഇംപ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡ്, ദെൻ എക്സ്പ്ലിസിറ്റ് ആറ്റിറ്റ്യൂഡ്, ദെൻ എങ്ങനെയാണ് ആറ്റിറ്റ്യൂഡ് ഫങ്ഷൻ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആറ്റിറ്റ്യൂഡിൽ വന്നത്. ദെൻ അടുത്തത് ആറ്റിറ്റ്യൂഡും ബിഹേവിയറും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ദെൻ ബിലീഫ്, ഒപ്പീനിയൻ ആൻഡ് ബിഹേവിയർ തമ്മിലുള്ള റിലേഷൻസ്.
ദെൻ അടുത്തത് നോംസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, നോംസ് എന്താണ്, നോംസിന്റെ ഒരു ഇമ്പാക്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. പിന്നെ സോഷ്യലൈസേഷൻ, ദെൻ ഏജൻസ് ഓഫ് സോഷ്യലൈസേഷൻ, ദെൻ ഗ്രൂപ്പ് പ്രോസസ്സിൽ നമ്മൾ ലോഫിംഗ്, ദെൻ ഫെസിലിറ്റേഷൻ ആൻഡ് ഡി ഇൻഡിവിജ്വേഷൻ, ഇത്രയാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. നന്ദി, നമസ്കാരം.